السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا بيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن، وما زلنا نتدبر آيات من سورة البقرة، وسنتحدث أو نتدبر من آية 91 بعد 100 إلى آية 96 بعد 100 إن شاء الله. ഒരു ടെക്നിക്കൽ എറർ പറ്റി ക്യാമറ മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. പെട്ടെന്ന് റീകണക്ട് പഴയ ക്യാമറ തന്നെ വെച്ചതുകൊണ്ടാണ് സമയം വ്യത്യാസം വന്നത്. എന്തായാലും നമ്മൾ ഗ്രാമർ കുറെ ഏറെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഖുർആനിലാണ് തദബ്ബുറാക്കേണ്ടത്. ഇനി കുറച്ച് കാനയുടെ സഹോദരിമാര് അഡീഷണൽ ആയിട്ട് കുറെ പഠിക്കാനുണ്ട്. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തിരുന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇപ്പോൾ എന്തായിരുന്നു ഞാൻ അതിലേക്ക് പോകുന്നതിന് 1-2 ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രാമർ പഠിക്കാം. നമുക്ക് പഠിക്കേണ്ടത് നേരത്തെ പറഞ്ഞു 191 ആയത്ത് മുതൽ 196 95 വരെയാണോ? 95 വരെയാണ്. 96 വരെയാണ്. ഓക്കെ സമ്മതിച്ചു. 96. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَاقْتُلُوهُمْ حَيْثُ ثَقِفْتُمُوهُمْ وَأَخْرِجُوهُمْ مِنْ حَيْثُ أَخْرَجُوكُمْ وَالْفِتْنَةُ أَشَدُّ مِنَ الْقَتْلِ وَلَا تُقَاتِلُوهُمْ عِندَ الْمَسْجِدِ الْحَرَامِ حَتَّى يُقَاتِلُوكُمْ فِيهِ فَإِنْ قَاتَلُوكُمْ فَاقْتُلُوهُمْ كَذَلِكَ جَزَاءُ الْكَافِرِينَ فَإِنْ انْتَهَوْا فَإِنَّ اللَّهَ غَفُورٌ رَحِيمٌ فقاتلوهم حتى لا تكون فتنة ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين. الشهر الحرام بالشهر الحرام والحرمات قصاص فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. അപ്പോ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോൾ അതിന്റെ ആ വിഷയത്തിന്റെ വിശദമായ പഠനം ആവശ്യമായി വരും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഷയമാണ് യുദ്ധം. നേരത്തെ നമ്മൾ പറഞ്ഞു യുദ്ധത്തെക്കുറിച്ച് നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. യുദ്ധം പ്രഖ്യാപിക്കാൻ തന്നെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ നിലവിലുള്ള ഭരണാധികാരികൾക്കാണ് ഉത്തരവാദിത്തമുള്ളത്. അപ്പൊ അങ്ങനെ
ഒരു ഘടന എപ്പോഴും മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. യുദ്ധവും സമാധാനവും പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയം, പ്രത്യേകിച്ച് ഇസ്ലാമിലെ യുദ്ധം. ഇസ്ലാമിലെ യുദ്ധം പ്രത്യേകം പഠിക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ കാലത്ത് അതെന്ത് ചെയ്തിരിക്കുകയാണ്? തെറ്റുദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. തെറ്റി ഉദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. തെറ്റിച്ചുദ്ധരിക്കപ്പെടുകയാണ്. പിന്നെ അതിന്റെ സാങ്കേതിക പദങ്ങളെ അതിനേക്കാളും ചെയ്തിരിക്കുന്നു. തെറ്റിദ്ധരിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കുകയോ തെറ്റുദ്ധരിക്കപ്പെടുകയോ ചെയ്യും. ആൾക്കാർ എന്ത് ചെയ്യുന്നു? തെറ്റായി ധരിക്കുന്നു. ചില ആൾക്കാർ തെറ്റായിട്ട് ഉദ്ധരിക്കുന്നു. എന്തായിരുന്നാലും അത് പ്രത്യേകം പഠിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, യുദ്ധം നിഷിദ്ധമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? യുദ്ധം അനുവദിച്ചു. ഖാത്തിലു എന്ന് പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യൂ. ഫീ സബീലില്ലാ അല്ലദീന യുഖാത്തിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാവൂ എന്നാണ് ആദ്യത്തെ പ്രസ്താവന. പിന്നീട് ഒരു ഇസ്ലാമിക സമൂഹം നിലവിൽ വന്നു കഴിയുമ്പോൾ നിലവിലുള്ള അനീതിക്കെതിരിൽ ശബ്ദിക്കുക എന്നത്, പോരാടുക എന്നത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമായി വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇസ്ലാം എന്ത് ചെയ്യും? ആ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ഇസ്ലാമിന്റെ ചില ചിട്ടവട്ടങ്ങളുണ്ട്, അവരെ ഏകദൈവത്വത്തിലേക്ക് പ്രബോധനം ചെയ്യും. അതേപോലെ അങ്ങനെ അല്ല, ഞങ്ങൾ ഏകദൈവത്വം, നിങ്ങൾ പറയുന്ന സംഗതിയൊന്നും വിശ്വസിക്കാൻ സന്നദ്ധമല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമവാഴ്ചയ്ക്ക് കീഴിൽ അവരെ ജീവിക്കാൻ അനുവദിക്കും. അപ്പോൾ അവർക്ക് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ സിവിൽ നിയമങ്ങൾ പാലിക്കാൻ അവര് ബാധ്യസ്ഥരായിരിക്കും. പൊതുവിൽ സാമൂഹികമായ നിയമങ്ങൾ ഉണ്ടാകും. ആ നിയമങ്ങൾ അവര് അനുസരിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. അതേസമയം ആരാധനാപരമായ കാര്യങ്ങളൊന്നും അവര് അനുസരിക്കൽ ഇതല്ല. അവർക്ക് അവർ ശ്രമത്തോളം അവരുടേതായ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നമ്മൾ വ്യക്തി നിയമം എന്നൊക്കെ പറയുമല്ലോ, വ്യക്തി നിയമങ്ങൾ അനുസരിക്കാനുള്ള വ്യക്തി നിയമം, അതായത് അവരവരുടെ ആരാധനാ സ്വാതന്ത്ര്യവും അതേപോലെ വ്യക്തിപരമായ കാര്യങ്ങളും അവരുദ്ദേശിക്കുന്ന മതപരമായ കാര്യങ്ങളൊക്കെയും നിർവഹിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. അങ്ങനെ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒരേ ഒരു വ്യവസ്ഥിതി മാത്രമേ ലോകത്തുണ്ടായിട്ടുള്ളൂ. അത് ഇസ്ലാമിക വ്യവസ്ഥിതിയാണ്. എന്ന് തന്നെയല്ല, നമുക്കറിയാം പല ഭരണപരിഷ്കാരങ്ങളും ഇസ്ലാം നടപ്പിലാക്കിയപ്പോൾ അതിൽ അമുസ്ലിം പ്രജകൾക്ക് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. മുസ്ലിങ്ങളല്ലാത്ത പ്രജകൾ ഉണ്ടായിരുന്നു സ്റ്റേറ്റിനകത്ത് തന്നെ. ഉദാഹരണമായി പറഞ്ഞാൽ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ നടപ്പാക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണപരിഷ്കാരമായിരുന്നു. ഖലീഫ ഉമർ ഒരു ദിവസം, നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹു പ്രജകളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നതിനായി റോഡിലൂടെ സാധാരണ വേഷത്തിൽ നടന്നു പോകും. ആ കൂട്ടത്തിൽ ഒരു ദിവസം ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അപ്പൊ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, ഇതെന്താണ് അദ്ദേഹം ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്നത്, ഭിക്ഷ എടുത്ത് ജീവിക്കാനുള്ള സാഹചര്യം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, അദ്ദേഹം അമുസ്ലിം പ്രജയാണ്, ഒരു മുസ്ലിം അല്ലാത്ത സിറ്റിസനാണ്. നമ്മൾ സാധാരണ ജക്കാത്ത് പിരിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കാണ് വിതരണം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ആ കൂട്ടത്തിൽ വരുന്നില്ല, അതിന്റെ പ്രായോജകരിൽ വരുന്നില്ല, അതിന്റെ പ്രയോജനം ലഭിക്കുന്നവരിൽ അദ്ദേഹം വരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ദരിദ്രനായതിനാൽ അദ്ദേഹം ഭിക്ഷ യാചിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഖലീഫ ഉമർ പറഞ്ഞു, അങ്ങനെ ഒരാളും നമ്മുടെ സ്റ്റേറ്റിനകത്ത് ഭിക്ഷ യാചിച്ച് ജീവിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് സ്റ്റേറ്റിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കാൻ അദ്ദേഹം കൽപ്പിക്കുക. അപ്പൊ അതാരായിരുന്നു? അതൊരു ജൂതനായിരുന്നു. നമുക്കറിയാം ജൂതന്മാരെ സംബന്ധിച്ചോളം ഇസ്ലാമിന്റെ നിലപാട് നമുക്കറിയാം.
അവർ ഇസ്ലാമിനോട് സ്വീകരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അങ്ങനെ ആയിരിക്കെ തന്നെ ഒരു ജൂതന് വേണ്ടിയായിരുന്നു ആദ്യമായി വാർദ്ധക്യകാല പെൻഷൻ അനുവദിച്ചത്. കാരണം കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നപ്പോൾ അവർ ജിസിയ അഥവാ ടാക്സ് സ്റ്റേറ്റിന് അടയ്ക്കേണ്ട, മുസ്ലിം അല്ലാത്ത പ്രജകൾ സ്റ്റേറ്റിൽ അടയ്ക്കേണ്ട ടാക്സ് ഉണ്ടാവും. അത് നമുക്കറിയാം, എല്ലാ രാജ്യത്തിനും ടാക്സ് ഉണ്ടാവും. ആ സ്റ്റേറ്റിൽ അടയ്ക്കേണ്ട ടാക്സ് എന്ത് ചെയ്തിരുന്നു? ടാക്സ് അവർക്ക് വരുമാനം ഉണ്ടായിരുന്നപ്പോൾ ടാക്സ് അടച്ചിരുന്നു. വരുമാനം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ദരിദ്രനായി കഴിയുകയാണ്. അങ്ങനെയാണ് വാർദ്ധക്യകാല പെൻഷൻ ബംഗ്ലാദേശ് അനുവദിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായ ആരാധന സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, യുദ്ധം ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യും എന്ന് തന്നെയുമല്ല, അനീതി നിലവിലുള്ള രാഷ്ട്രങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ ഇസ്ലാം എന്ത് ചെയ്യും? ഇസ്ലാം അവിടെ സ്വാധീനമുണ്ടാക്കും. കാരണം അനീതിക്കെതിരിൽ പൊരുതുക എന്നത് ഒരു സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. അപ്പൊ അവിടെ അനീതി ഇല്ലാതാക്കുക എന്ന്, അതിനെ സംബന്ധിച്ച ചില സൂക്തങ്ങളാണ് തുടർന്ന് പറയും. വഖ്തുലൂഹും ഹൈസ് സഖിഫ്തുമൂഹും. അപ്പൊ നേരത്തെ പറഞ്ഞത്, അവർ ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് യുദ്ധം ചെയ്യുക. ഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും. നിങ്ങളോട് യുദ്ധം ചെയ്ത ആൾക്കാരോട് നിങ്ങൾ എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, പിന്നെ എന്ത് ചെയ്യണം? വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും. സഖിഫ സഖിഫ യസ്ഖഫു എന്താ അർത്ഥം പറഞ്ഞിരിക്കുന്നത്? കീഴ്പ്പെടുത്തി ജയിച്ചടക്കി. ആ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തി ജയിച്ചടക്കി. സഖിഫ്തുമൂഹും വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും. നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച്. കീഴ്പ്പെടുത്തി എന്നാലാ പറഞ്ഞത്? അത് സെട്ടിഫാണല്ലേ? ഐസ് സെട്ടിഫ്തുമൂഹും, നിങ്ങളവരെ നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച്. കണ്ടുമുട്ടുന്നിടത്ത് സഖിഫ യസ്ഖഫു എന്ന് പറഞ്ഞ എന്താ? വജദ ഹൈസ് കീഴ്പ്പെടുത്തി, അത് വജദ്തുമൂഹും. കീഴ്പ്പെടുത്തി, അത് കീഴ്പ്പെടുത്തി. ജയിച്ചടക്കി. ഹൈസ് വജദ്തുമൂഹും എന്നാണ്. സഖിഫ യസ്ഖഫു എന്ന് പറഞ്ഞാല് കീഴ്പ്പെടുത്തി എന്ന അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹൈസ് സഖിഫ്തുമൂഹും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തി എന്നല്ല, എന്നതാണ്. പക്ഷേ ഹൈസ് സഖിഫ്തുമൂഹും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഹൈസ് വജത്തുമൂഹം എന്നാണ് തഫ്സീറിലുള്ളത്. തഫ്സീറുകളിലുള്ളത് എന്താ? വഖ്തുലൂഹും ഹൈസ് സഖിഫ്തുമൂഹും എന്ന് പറഞ്ഞാൽ ഹൈസ് വജത്തുമൂഹും എന്നാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ ഉള്ളത്, നിങ്ങളവരെ കണ്ടുമുട്ടുന്നിടത്ത് അതുകൊണ്ടാണ് ഹൈസ് വജത്തുമൂഹും എന്ന അർത്ഥത്തിൽ നിങ്ങളവരെ കണ്ടുമുട്ടും. വജദ യജിദുവാണ്. സഖിഫ യസ്ഖഫു എന്നതിന് വജദ യജിദു എന്ന അർത്ഥമാണ്. ഹൈസ് വജത്തുമൂഹം എന്നുള്ളതാണ് ഈ ഇരിക്കുന്നത് സാന്ദർഭികമായ അർത്ഥം കൊടുത്തത്. സഖിഫ യസ്ഖഫു എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തി എന്നർത്ഥമുണ്ട്. ഹൈസ് സഖിഫ്തുമൂഹും നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തുന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ ഹൈസ് വജത്തുമൂഹം എന്നർത്ഥം. അപ്പൊ നിങ്ങൾ അവരെ സഖിഫക്കും വജദക്കും ഒരേ അർത്ഥമായിരിക്കും അല്ലേ? അതെ, വജദ യജിദു. വജദ യജിദുവിന്റെ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈസ് വജത്തുമൂഹം, നിങ്ങൾ അവരെ കണ്ടുമുട്ടുക എന്ന അർത്ഥത്തിലാണ്. ഓക്കെ. അപ്പൊ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് അവരെ കൊല്ലുക. കാരണം എന്താ? അവരിങ്ങോട്ട് യുദ്ധം ചെയ്തിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. യുദ്ധം ഇങ്ങോട്ട് ചെയ്യുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അനുവദിക്കുന്നു. അതേപോലെ അനീതി നിലവിലുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ നീതി സ്ഥാപിക്കാൻ വേണ്ടി ഇസ്ലാം യുദ്ധം ചെയ്യുന്നു. അവിടെ എന്താണ്? ഭരണകൂടമാണ് കേട്ടോ, വ്യക്തിയൊന്നുമല്ല. ഇവിടെ എല്ലാ സ്ഥലത്തും യുദ്ധം ചെയ്യാനും യുദ്ധം പ്രഖ്യാപിക്കാനും അങ്ങോട്ട് മുന്നേറ്റം നടത്താനും സൈനിക മുന്നേറ്റം നടത്താനും പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്. ഇസ്ലാമികമായ ഒരു ചട്ടക്കൂട് നിലവിലുള്ളയിടത്താണ്
അവർക്കാണ് ഇതിന് ഉള്ള അധികാരം നിയമപരമായിട്ട് ഉള്ളത്. അപ്പോ അങ്ങനെ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ യുദ്ധം ചെയ്യുന്നവരെ മാത്രമേ വധിക്കാവൂ. അവശരെ വധിക്കാൻ പാടില്ല, സ്ത്രീകളെ വധിക്കാൻ പാടില്ല, കുഞ്ഞുങ്ങളെ വധിക്കാൻ പാടില്ല, വൃക്ഷങ്ങൾക്ക് കേടുവരുത്താൻ പാടില്ല, എസ്റ്റേറ്റുകൾ വിളവുകൾ നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ കുറെ നിയമങ്ങൾ, നിബന്ധനകളുണ്ട് യുദ്ധം നടത്തുന്ന സന്ദർഭത്തിൽ. ആ നിബന്ധനകളൊക്കെയും പാലിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. അപ്പം യുദ്ധം എന്ന് പറഞ്ഞ ആ യുദ്ധം തന്നെയായിരിക്കും. അതായത് കൊലപാതകമല്ല യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോടാണ് അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ആരാണോ എതിർത്ത് നിൽക്കുന്നത് അവരോടാണ് യുദ്ധം ചെയ്യുന്നത്. എതിർത്ത് നിൽക്കാത്ത ആൾക്കാരെ എന്ത് ചെയ്യുന്നു? അവരെ ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അത് വേറെ വിഷയമാണ്. അപ്പൊ അതിലേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മുടെ സമയം തീരില്ല, തികയില്ല. അപ്പൊ അങ്ങനെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് വധിക്കാൻ പറഞ്ഞത് ആരെയാണ്? അവിടെ നിന്നും ഇങ്ങോട്ട് യുദ്ധം ചെയ്തവരെയും വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും. നിങ്ങളെ എങ്ങനെയാണോ അവര് പുറത്താക്കിയത് അതേപോലെ അവരെ പുറത്താക്കുക. എന്ത് ചെയ്തിരുന്നു? മുസ്ലിങ്ങളുടെ സ്വത്തോ അവരുടെ സന്താനങ്ങളെയോ അവരുടെ ഭാര്യമാരെയോ പോലും കൊണ്ടുപോകാൻ അനുവദിക്കാത്ത അത്രത്തോളം എന്തായിരുന്നു രൂക്ഷമായിട്ടായിരുന്നു അവിടെയുള്ളവർ കൈകാര്യം ചെയ്യുന്നത്. ശത്രുക്കൾ, മുസ്ലിങ്ങളുടെ ശത്രുക്കൾ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അവരെ അവിടെ നിന്നും പുറത്താക്കുക. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. പിന്നീട് ഒരു ഫിലോസഫി പറയുകയാണ്, ഒരു തത്വം, ഒരു പോളിസി പറയുകയാണ്. എന്താ പോളിസി? വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. വധത്തെക്കാളും കാഠിന്യമുള്ളതാണ് കുഴപ്പമെന്ന്. വധത്തെക്കാൾ കാഠിന്യമുള്ളതാണ് കുഴപ്പം. അപ്പൊ ഒരു നാട്ടിൽ കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പക്കാരെ വകവരുത്തുക എന്നത് സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. അങ്ങനെ കുഴപ്പം അനുവദിക്കാൻ പാടില്ല. കുഴപ്പം എന്ന് പറയുന്നത് പല രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ സംബന്ധിച്ചോളം ഇസ്ലാമികമായ ഒരു സംഗതി, ഇപ്പം ഖുറൈശികളെ ആ ചരിത്രം, അതായത് മക്കയിൽ നടന്ന സംഭവം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ, ഖുറൈശികൾ എന്തുകൊണ്ട്, മക്കക്കാരെന്തുകൊണ്ട് മുസ്ലിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കി? അവർ സത്യത്തിന്റെ വക്താക്കളായി, നീതിയുടെ വക്താക്കളായി, ന്യായത്തിന്റെ വക്താക്കളായി നിലകൊണ്ടു. അവർ ഫോർഫാദേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ മുൻഗാമികളുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് സ്വതന്ത്രമായ ഒരു ആശയത്തിന്റെ മേൽ നിലകൊണ്ടു. ആ ആശയം എന്താണ്? അവർക്ക് യാതൊരു വിധത്തിലും ഉള്ള കുഴപ്പമുണ്ടാക്കുന്നതല്ല, അവിടെ ഉണ്ടായിരുന്ന സമൂഹത്തിന് യാതൊരു നിലയ്ക്കും പ്രശ്നമുണ്ടാക്കുന്നതോ അവരെ ബാധിക്കുന്നതോ അല്ല. അവർ സ്വതന്ത്രമായി ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആശയത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനെ അനുവദിക്കാതിരിക്കുക എന്നത് എന്താണ്? കുഴപ്പമാണ്. അങ്ങനെ ചെയ്യുന്നവരെ മർദ്ദിക്കുക എന്നത് കുഴപ്പമാണ്, അവരെ ശിക്ഷിക്കുക എന്നത് കുഴപ്പമാണ്. അപ്പൊ മക്കക്കാർ എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം എന്താണ്? ഫിത്തിനയാണ്. നമ്മുടെ നാട്ടിലെ ഫിത്തിന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വഴക്കുണ്ടാക്കുക, ഇതിനേക്കാൾ നമ്മൾ ഫിത്തിന എന്ന് പറയുന്നത്. ഫിത്തിന എന്ന് പറയുന്ന വിശാല അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെയും കുഴപ്പമാണ്. ആ കുഴപ്പം വധത്തെക്കാൾ കാഠിന്യമേറിയതാണ് അത്തരം കുഴപ്പങ്ങൾ. വലാ തുഖാതിലുഹും ഇൻദൽ മസ്ജിദിൽ ഹറാം. നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യരുത്. ഖാത്തലയാണ് യുദ്ധം കേട്ടോ. ഖത്തല എന്ന് പറഞ്ഞാൽ വധിച്ചു. ഇവിടെ ഖത്തിൽ എന്ന് പറഞ്ഞത് വധമാണ്. ഖിതാൽ എന്നല്ല പറഞ്ഞു. വധത്തേക്കാൾ കാഠിന്യമുള്ളതാണ് കുഴപ്പമെന്ന്. ഒരാളെ കൊല്ലുന്നതിനേക്കാളും കഠിനമാണ്, പ്രശ്നമുള്ളതാണ് കുഴപ്പം ഉണ്ടാക്കുക. എല്ലാ തുഖാത്തിലൂഹും മിൻദൽ മസ്ജിദുൽ ഹറാം. അപ്പൊ മസ്ജിദുൽ ഹറാമിന്റെ പരിധിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. ഏതുവരെ? ഹത്താ യുഖാത്തിലൂക്കും ഫീഹി. അവർ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരെ. അപ്പോ
നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കുഴപ്പമുണ്ടാകുന്നു. നമ്മൾ അങ്ങോട്ട് ചെന്ന് അവിടെ വെച്ച് അവരെ യുദ്ധം ചെയ്യാൻ പാടില്ല, അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. മറിച്ച് എന്താണ്, അവർ ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ അവിടെ വെച്ച് അവരോട് യുദ്ധം ചെയ്യാം. ഹത്താ യുക്കാത്തിലൂക്കും തീ. അപ്പോ ഹത്താ യുക്കാത്തിലു, ഹത്ത കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു അൻ അവിടെ ഉണ്ട് എന്നാണ് സങ്കല്പം കേട്ടോ. അൻ വന്നതുപോലെയാണ് യുക്കാത്തിലൂന എന്നതിന് ഹത്താക്ക് ശേഷം വരുമ്പോൾ യുക്കാത്തിലൂനക്ക് പകരം ന പോയിട്ട് അൻ വന്നാൽ എന്ത് നിയമം വരുമോ അതേ നിയമം വരും. യുക്കാത്തിലൂക്കും. അപ്പൊ ഹത്ത വന്നപ്പോൾ നമ്മൾ കസർ ചെയ്യുമെന്നാണ് മുമ്പ് പഠിച്ചിട്ടുള്ളത്. ഹത്ത കസർ എന്നത് ഹത്താക്ക് ശേഷം നാമം വരുമ്പോഴാണ്. ഹത്ത മത്തിലാൽ ഫജർ. ഹത്താക്ക് ശേഷം നാമം വന്നാൽ നാമങ്ങൾക്കാണ് കസർ വരുന്നത്. അപ്പോ ഹത്താക്ക് ശേഷം നാമം വന്നാൽ അതിനുശേഷം അതിന്റെ നാമത്തിന്റെ അവസാനം കസർ വരും. അതേസമയം ഹത്താക്ക് ശേഷം അപൂർണക്രിയ വരുമ്പോൾ, ഹത്താക്ക് ശേഷം അപൂർണക്രിയ വരുമ്പോൾ അൻ വന്ന അതേ നിയമമായിരിക്കും ബാധകമാവും. എന്നാൽ ഹത്ത എന്തല്ല, അൻ വരുന്നത് പോലെ ഫത്ഹ് വരുത്തുന്ന ഒരു ക്രിയ, ഒരു പദമല്ല. മറിച്ച് എന്താണ്, ഹത്താക്ക് ശേഷം ഹത്ത വന്നു കഴിഞ്ഞാൽ അൻ വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ അൻ ഉണ്ടായിരുന്നു, അൻ മറഞ്ഞിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അൻ മറഞ്ഞിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫത്ഹ് വരുത്തുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ അഫ്ആൽ ഖംസ ആയതുകൊണ്ട് അവിടെ ഞാൻ മറിഞ്ഞിട്ട് നസ്ബ് വന്നിരിക്കുകയാണ്, അഥവാ ഫത്ഹ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഹത്താ യുഖാത്തിലൂക്കും ഫീഹി, അവർ അവിടെ വെച്ച് കും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവര്. അപ്പൊ ഹത്താ യുഖാത്തിലൂക്കും എന്ന് പറഞ്ഞിടത്ത് യുഖാത്തിലൂനയിലെ ഹും അതിനകത്ത് മറിഞ്ഞിരിപ്പുണ്ട്, അതാണ് കർത്താവ്. കും അതിന്റെ കർമ്മമാണ്, ഒബ്ജക്റ്റാണ്, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവര്. ഫീഹി അവിടെ വെച്ച്. ഫഇൻ ഖാതലൂക്കും, അതുകൊണ്ടാ ഇൻ അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇൻ മറ്റേത് അന്നാണ്, അൻ മറിഞ്ഞിട്ടാണ് നസ്ബ് ചെയ്തത്. ഇവിടെ എന്താണ്, ഇന്നാണ്. ഇന്ന് വരുമ്പോൾ എന്താവും, ഇന്ന് വരുമ്പോൾ എന്താ നിയമം, സുക്കൂന് ജസ്മിയാണ്. ജസ്മിയും. അപ്പൊ അവിടെയും ഞാൻ മറിഞ്ഞിട്ടാണ് സുക്കൂൻ ചെയ്യുക. ഫഇൻ ഖാതലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ. അപ്പൊ എന്താണ്, ഇൻ വന്നാല് രണ്ട് ക്രിയകൾക്ക് ജസ്മി ചെയ്യും. ഒന്ന് ഉപാധി, രണ്ടാമത്തേത് അതിന്റെ റിസൾട്ട്. ഇവിടെ എന്താ, ഫഇൻ ഖാതലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ, അതാണ് ഉപാധി. ഷർത്ത് എന്ന് പറയാം, ഉപാധി, ഒരു ഷർത്ത്, ഒരു കണ്ടീഷൻ. ഫഇൻ ഖാതലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ. ഫഖ്തുലൂഹും, അപ്പം ഉഖ്തുലൂഹും എന്താണ്, അവരോട് നിങ്ങളും യുദ്ധം ചെയ്യുക. ഇവിടെ കൽപ്പനക്രിയ ആയതുകൊണ്ട് ഞാൻ പോയ വിവരം നമ്മൾ അറിയില്ല. കാരണം എന്താണ്, ഒക്കത്തുലൂ എന്ന് നമ്മൾ പഠിച്ചിരിക്കുക. അത് കൽപ്പനയുടെ ഫോം ആയതുകൊണ്ട് ഞാൻ പോയ വിവരം നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒക്കത്തുലൂഹും, അവരോട്, അതിന്റെ ജവാബായിരിക്കൂലേ അത്? അതിന്റെ ജവാബാണ്. പക്ഷെ എന്താണ്, അവിടെ കൽപ്പനക്രിയ ആയതുകൊണ്ട് ഞാൻ പോയ വിവരം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കൽപ്പനക്രിയയിൽ എല്ലാത്തിലും ഞാൻ പോകും. ജവാബായിരുന്നാലും ജവാബല്ല, ഷർത്ത് എന്ന് പറഞ്ഞാല് ഇതാണ്, പിന്നെ കണ്ടീഷൻ. കണ്ടീഷൻ. മറ്റേ അല്ല, അതിന്റെ വേറെ അറബി വേർഡ് ഉണ്ടല്ലോ, പിന്നെ ഷർത്ത് തന്നെയാണ്. അല്ല, ഷർത്തിന് വേറൊന്ന് പറയില്ലേനു, അതിന്റെ റിസൾട്ട് അല്ല മറ്റേ ഷർത്ത് ജവാബും. ഷർത്ത് വന്നാൽ ഷർത്തിന്റെ ജവാബ്, അമ്രന് ജവാബ് ഉണ്ടാവും. അത് വേറെ. അമ്രൻ ജവാബ് ഉണ്ടാകും, ഷർത്തിന് ജവാബ് ഉണ്ടാകുന്നത് പോലെ അമ്രനും ജവാബ് ഉണ്ടാകും. ഖാതലൂക്കും ഫഖ്തുലൂഹും കദാലിക ജസാഉൽ കാഫിരീൻ, അതാണ് സത്യനിഷേധികളുടെ പ്രതിഫലം. സത്യനിഷേധികൾ ആരാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്നവരും അതിനെ മറച്ചു വെക്കുന്നവരും സത്യത്തോട് ധാർഷ്ട്യഭാവം കാണിക്കുന്നവരുമാണ് കാഫിറുകൾ. പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ കദാലിക ജസാഉൽ കാഫിരീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അതാണ് അടിവരട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ. ഇസ്ലാമിലെ ഓരോ വാക്കിനും അതിന്റെ സാങ്കേതിക അർത്ഥത്തിൽ എടുക്കണം. അതല്ലാതെ മുസ്ലിം അല്ലാത്തവരെ വധിക്കുക എന്നല്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ഭരണകൂടത്തിൽ
ഇസ്ലാമിക ഭരണകൂടത്തിൽ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ആരാധനാലയം ആരുണ്ടാക്കി കൊടുക്കണം? ഇസ്ലാമിക സ്റ്റേറ്റ് ആണ്. ഇസ്ലാമിക സ്റ്റേറ്റ് ആണെങ്കിൽ അവര് പിരിവെടുത്തിട്ടാണോ അവര് ആരാധനാലയം ഉണ്ടാക്കുക? പള്ളി ഉണ്ടാക്കാൻ സ്റ്റേറ്റ് സഹായിക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പള്ളി പിരിവെടുത്തിട്ടാണ് ഉണ്ടാക്കുക. പള്ളി ഉണ്ടാക്കാൻ രാഷ്ട്രം സമ്പത്ത് കൊടുക്കുന്നത് പോലെ അവിടെ ഔക്കാഫ് ഉണ്ടാവില്ല, മിനിസ്ട്രി ഓഫ് ഔക്കാഫ് ഉണ്ടാവും. അവരാണ് എന്ത് ചെയ്യുന്നത്? അതിന് ഫണ്ട് അനുവദിക്കുന്നത്. ആ ഫണ്ട് മിനിസ്ട്രിക്ക് ലഭിക്കുന്നത് ഗവൺമെന്റിൽ നിന്നാണ്. അപ്പൊ ഗവൺമെന്റ് പള്ളി ഉണ്ടാക്കാൻ പണം കൊടുക്കുന്ന പോലെ തന്നെ മറ്റ് ആരാധന ഉണ്ടാക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? പണം കൊടുക്കും. അപ്പൊ എന്താ? അവരവരുടെ ആരാധന സ്വാതന്ത്ര്യം അവരവരുടേതാണ്. അപ്പൊ ഇവിടെ കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുക, ധാർഷ്ട്യ മനോഭാവം കാണിക്കുക. അതാണ് ജസാ ഉൽ കാഫിരീൻ. അങ്ങനെയുള്ളവരോട് എന്താണ് ജസാ ഉൽ കാഫിർ എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലാക്കി. അവർ വിരമിച്ചാൽ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇവിടെ രണ്ടർത്ഥമുണ്ട്. ഫഇൻ തഹൗ എന്ന് പറഞ്ഞാൽ അവരുടെ കുഫ്റിൽ നിന്നും വിരമിച്ച് ഹിദായത്തിലേക്ക് വന്നാൽ, ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ അവർ ഫിത്തിന നിർത്തിയാൽ അവർ സ്വതന്ത്രമായിട്ട് വിടും. അവര് കുഴപ്പമുണ്ടാക്കുന്നത് നിർത്തിയാൽ അവരെ സ്വതന്ത്രമായിട്ട് വിടും. അവർക്ക് എന്ത് ചെയ്യാം? ഇസ്ലാമിക സ്റ്റേറ്റിനുള്ളിൽ പ്രജയായിട്ട് കഴിയാം. അപ്പോ അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അവരുടെ കഴിഞ്ഞ ഭാവങ്ങളൊക്കെയും പുറത്തു കൊടുക്കും. ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ കുറ്റങ്ങളിൽ നിന്നും അവരെ മുക്തമാക്കും. അവർ ഫിത്തിന ഒഴിവാക്കിയാൽ അവരുടെ കുറ്റങ്ങളിൽ നിന്നും അവരെ മുക്തമാക്കും. പിന്നീട് എന്ത് ചെയ്യാം? അവർക്ക് ടാക്സ് കൊടുത്ത് അത് പറയുന്ന മുഴുവൻ കേൾക്കുക. ഒന്ന് കുഫറിൽ നിന്നും വിരമിക്കുക, രണ്ട് ഫിത്നയിൽ നിന്നും വിരമിക്കുക. കുഫറിൽ നിന്നും വിരമിച്ചാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നാണ്. അപ്പൊ അവരുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കപ്പെടും. പിന്നെ അല്ലാഹു ഗഫൂറും റഹീമും. അവർ ഫിത്നയിൽ നിന്ന് വിരമിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റിനുള്ളിൽ, ഇസ്ലാമിക സ്റ്റേറ്റിനുള്ളിൽ ടാക്സ് കൊടുത്ത് ജീവിക്കാം. അവർ ടാക്സ് കൊടുത്ത് ജീവിക്കാം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കാണെങ്കിൽ സ്റ്റേറ്റിനെ സംരക്ഷിക്കുന്നതും അതേപോലെ പട്ടാള സേവനവും മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. അതേസമയം മുസ്ലിങ്ങൾ അല്ലാത്തവർക്കോ അവർക്ക് പട്ടാള പ്രവർത്തനം, പട്ടാള സേവനം ഇതല്ല അവർക്ക് നിർബന്ധമല്ല. മറിച്ച് എന്താണ്? അവർ ടാക്സ് കൊടുക്കണം. സ്റ്റേറ്റിനെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം മുസ്ലിം പ്രജകളുടെ മേലാണ്. മുസ്ലിങ്ങൾ അല്ലാത്ത പ്രജകൾക്ക് സ്റ്റേറ്റിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. അതേസമയം അവരെന്ത് ചെയ്യണം? അവർ ടാക്സ് കൊടുക്കണം. അപ്പൊ എന്താണ്? അവർ ഫിത്നയിൽ നിന്നും ഒഴിവായാൽ അവർക്ക് മാപ്പ് കൊടുക്കും. അല്ലാഹു ഗഫൂർ റഹീം. അല്ലാഹു അവർക്ക് മാപ്പ് കൊടുക്കുകയും വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്നത്തുൻ വയകൂന ദീനു ലില്ലാഹ്. അപ്പൊ ഇവിടെ വഖാതിലുഹും അവരോട് യുദ്ധം ചെയ്യണം. ഏതുവരെ? ഹത്താ ലാ തകൂന ഫിത്നത്തുൻ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഹത്താ യുഖാതിലൂക്കും എന്ന് പറഞ്ഞെടുത്ത് ഹത്താക്ക് ശേഷം അൻ മറഞ്ഞിട്ട് ഇതിന്റെ നിയമം ആണ് അവിടെ ബാധകമായിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഹത്താ ലാ തകൂന, ലാ യകൂനു, ഹത്ത വന്നതുകൊണ്ട് ലാ തകൂന എന്നായി. ഹത്ത ലാ തകൂനു എന്നാണ് ലമ്മാണ് വരേണ്ടത്. ഹത്ത വന്നതുകൊണ്ടാണ് ലാ തകൂനു എന്ന്, ലാ തകൂന എന്നുണ്ട്. ഹത്ത ലാ തകൂന ഫിത്നത്ത്. ഹത്ത വന്നാൽ അൻ മറിഞ്ഞിട്ടാണ് നെസ്ബ് ചെയ്തിരിക്കുന്നത്. അൻ വന്ന നിയമമാണ് ഉള്ളത്. ലാ തകൂന ഫിത്നത്തുൻ. ഇപ്പൊ യുദ്ധം ചെയ്യേണ്ടത് ഏതുവരെയാണ്? കുഴപ്പം ഇല്ലാതാകുന്നത് വരെയാണ്. ഒരു സമൂഹം കുഴപ്പമുണ്ടാക്കിയാൽ ആ കുഴപ്പം ഇല്ലായ്മ ചെയ്യേണ്ടത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അവിടെ ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ തൊട്ടടുത്ത ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. നമ്മൾ രണ്ടുപേര് തമ്മിൽ അടികൊടുന്നു, ഒരാൾ കണ്ടടിക്കുന്ന ആൾ എന്ത് ചെയ്യണം? കൈ കെട്ടി ഫോട്ടോ എടുക്കുന്നതാണോ അയാളുടെ ജോലി? അതല്ല, മറിച്ച് എന്താണ്? ആ ചണ്ട കൊടുന്നവരെ മാറ്റുക എന്നതാണ് കണ്ടു നിൽക്കുന്നയാളുടെ ബാധ്യത.
അതേപോലെ അപ്പൊ ഇവിടെ ഇത് ക്രിയയാണല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ്. വെയിറ്റ് അതേപോലെ ഒരു രാഷ്ട്രത്തിന് തൊട്ടടുത്ത് കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പം ഇല്ലായ്മ ചെയ്യേണ്ടത് തൊട്ടടുത്ത ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. മറ്റേ കാര്യമൊക്കെ ഗ്രാമന്റെ കാര്യം ആദ്യം പറഞ്ഞു കേട്ടോ, 2-3 പ്രാവശ്യം ഞാൻ ആവർത്തുക. തക്കൂനു യക്കൂനു എന്നൊക്കെ ക്രിയയാണ്. കാനു നമ്മൾ പഠിച്ചു 2ാം ടൈമിൽ, 2nd ടൈമിൽ പഠിച്ചതാണ്. പിന്നെ എന്ത് ചെയ്യണം? യകൂന ദീനു ലില്ല. അപ്പൊ വാ വന്നതുകൊണ്ട് നേരത്തെയുള്ള തക്കൂന ഇയുടെ കൂടെ ബന്ധപ്പെടുത്തിയാണ് യകൂന വരുന്നത്. യകൂന ദീനു ലില്ല, ദീൻ അള്ളാഹ്ക്ക് മാത്രമാകുന്നത് വരെ. എന്താണ് ദീന്റെ അർത്ഥം? ഇവിടെ ദീൻ മതം എന്ന അർത്ഥമല്ല ഉള്ളു. അടുത്തെന്താ? ആ വ്യവസ്ഥിതി. ജീവിത അതേപോലെ വ്യവസ്ഥ. വ്യവസ്ഥിതി അള്ളാഹ്ക്കാകുന്നത് വരെയാണ്. ദീൻ അള്ളാഹ്ക്കാകെ തീരുക. ദീൻ അള്ളാഹ്ക്കാകെ തീരുക. അതിപ്പോ നമ്മള് ദീൻ പറഞ്ഞെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവിത വ്യവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ വ്യവസ്ഥിതി അള്ളാഹ്ക്കാ. അപ്പൊ വ്യവസ്ഥിതി അള്ളാഹ്ക്കാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ വ്യവസ്ഥിതി ഇസ്ലാമിക വ്യവസ്ഥിതിയാകും. അപ്പൊ സമാധാനത്തിന്റെ വ്യവസ്ഥിതി, ഇസ്ലാമിക വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ വ്യവസ്ഥിതി. അവിടെ കുഴപ്പമില്ലായ്മ ചെയ്യുകയും അവിടെ സമാധാനം സ്ഥാപിക്കുകയും ചെയ്യും. ഇനി അങ്ങനെ സമാധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ചെയ്തിരുന്ന എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ സമാധാനം സ്ഥാപിച്ചാൽ ആ വ്യവസ്ഥിതി വന്നാൽ മുസ്ലിങ്ങൾ ജക്കാത്ത് കൊടുക്കണം. അതേപോലെ അവര് പട്ടാള സേവനം നടത്തണം. മുസ്ലിങ്ങൾ അല്ലാത്തവർ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. മുസ്ലിങ്ങൾ അല്ലാത്തവർ ടാക്സ് കൊടുക്കണം. അപ്പൊ അവിടെ ഇസ്ലാമിക സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ സ്റ്റേറ്റ് വരിക എന്നർത്ഥം. സമാധാനത്തിന്റെ സ്റ്റേറ്റ് വന്നു. അപ്പോൾ മുസ്ലിങ്ങൾ ജക്കാത്ത് കൊടുക്കുന്നു, അവര് പട്ടാള പ്രവർത്തനം നടത്തുന്നു, മുസ്ലിങ്ങൾ അല്ലാത്തവര് ടാക്സ് കൊടുക്കുന്നു. അങ്ങനെ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ബാധ്യത എന്താണ്? അവിടെ സ്റ്റേറ്റിനെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അപ്പോൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രജകൾക്ക്, അവിടുത്തെ സിറ്റിസൺസിന് എല്ലാവർക്കും സംരക്ഷണം കൊടുക്കൽ ആ സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. അത് മുസ്ലിം ആയിരുന്നാലും മുസ്ലിങ്ങളല്ലെങ്കിലും. ഇനി അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ടാക്സ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം മറ്റ് രാഷ്ട്രങ്ങൾ ഇവരെ ആക്രമിച്ചു. മറ്റ് രാഷ്ട്രങ്ങൾ ആക്രമിച്ച സമയത്ത് ഇവിടെ ഇസ്ലാമിക ഭരണകൂടത്തിന് അവരെ പ്രജകളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്നും ഈ പ്രജകളെ സംരക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതാ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിൽ നിന്നും അശക്തരായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നൽകിയ ടാക്സ് ഞങ്ങൾ തിരിച്ചു തരിക എന്ന് പറഞ്ഞിട്ട് ടാക്സ് തിരിച്ചു കൊടുത്തിട്ട് അവർ സ്ഥലപ്പെട്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിക വ്യവസ്ഥിതി. അപ്പോ ഹത്താല തക്കൂന ഫിത്നത്തുൻ, കുഴപ്പമില്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യണം. വയക്കൂന ദീനുലില്ല, വ്യവസ്ഥിതി അള്ളാഹ്ക്കാകുന്നത് വരെ. വ്യവസ്ഥിതി അള്ളാഹ്ക്കാകും. അവർ വിരമിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ കുഴപ്പങ്ങളിൽ നിന്നെല്ലാം അവർ വിരമിച്ചാൽ, ഫലാ ഉദ്വാന, ഒരു ശത്രുതയുമില്ല. ലാ ഉദ്വാന എന്ന് പറഞ്ഞാൽ വർഗത്തിനിഷേധിയിലായ ഒരു ശത്രുതയില്ല. ഇല്ല അലദ്വാലിമീൻ. അപ്പോ ഇസ്ലാമിന് വിശ്വസിച്ചവരോടും വിശ്വസിക്കാത്തവരോടും ഒരു ശത്രുതയുമില്ല. ആരോട് മാത്രമേ ഉള്ളൂ? അക്രമികളോട് മാത്രമേ ഉള്ളൂ. അല്ല ഉദ്വാന ഇല്ല അലദ്വാലിമീൻ. അതായത് ഉദ്വാൻ അതിക്രമം പ്രവർത്തിക്കും. അതിക്രമം ഫല ഉദ്വാന, ഒരു അതിക്രമവും ചെയ്യൂല, അതേപോലെ ശത്രുതയുമില്ല, അതിക്രമവുമില്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരോട് അതിക്രമമായി യുദ്ധം ചെയ്യാനോ അവരെ വധിക്കാനോ പാടില്ല. ഇല്ല അലദ്വാലിമീൻ, അക്രമകാരികളോടല്ലാതെ. ഇതെല്ലാം എന്താണ്? ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ പ്രിൻസിപ്പിൾസ് ആണ്. അശ്ശഹറുൽ ഹറാമു ബിശ്ശഹരിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസ്. അപ്പൊ യുദ്ധം ചെയ്യാൻ പറഞ്ഞല്ലോ. ഒരു വിഷയം തൊട്ടുള്ള മുമ്പ് വിഷയവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അടുത്ത വിഷയത്തിലേക്ക് പോകുന്നത്.
യുദ്ധം ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം എടുത്തു പറയുകയാണ്. ഖുറൈശികൾ എന്ത് ചെയ്തിരുന്നു? യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളുണ്ടല്ലോ, ബിഷഹ്റിൽ ഹറാം, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ ഏതൊക്കെയാണ്? മുഹറം, മുഹറം, പിന്നെ മുഹറം, റബീഉൽ ജമാദ്, റജബ്, റജബ്, ദുൽഖഅദ്, ഹജ്ജ്, ദുൽഖഅദ്, മുഹറം, റജബ്. ക്രമത്തിൽ പറയാം. ആരെങ്കിലും ഒരാൾ ഒരു ക്രമത്തിൽ പറയും. റജബ്, ദുൽഖഅദ്, മുഹറം. ആദ്യം എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദുൽ ഹജ്ജാണ് എന്ത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം. ദുൽ ഹജ്ജ്. ഓക്കെ, എന്തിനാണ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടത്? ഹജ്ജ് സ്വതന്ത്രമായത്. പിന്നെ ഒരു മാസം അതിന് മുമ്പുള്ളത് അതിനാണ് ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടും. ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടുന്നത് നമുക്കറിയാമല്ലോ. അവിടെ നിന്ന് ഇങ്ങനെ കാൽനടയായിട്ടും ഒട്ടകത്തിന്റെ പുറത്തായിട്ടൊക്കെയാണ് വരിക. അപ്പൊ അതിന് കുറെ നാളത്തെ വഴിദൂരം ഉണ്ടാവും. അപ്പൊ ദുൽ ഹജ്ജിന് മുമ്പുള്ള ഒരു മാസവും എന്താണ്? യുദ്ധം നിഷിദ്ധമാണ്. അപ്പൊ എന്താണ്? ദുൽഖഅദ്, ദുൽ ഹജ്ജുമാണ്. പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണ്ടേ? അപ്പൊ ഒരു മാസം വഴിദൂരം യാത്ര ചെയ്യുന്നതിന് വേണ്ടി മുഹറം കഴിഞ്ഞിട്ട് ദുൽ ഹജ്ജ് കഴിഞ്ഞിട്ട് മുഹറം മാസം. അപ്പൊ ദുൽ ഹജ്ജിന് മുമ്പുള്ള ഒരു മാസം, ദുൽ ഹജ്ജിന് ശേഷമുള്ള ഒരു മാസം ദുൽ ഹജ്ജ്. അപ്പൊ ദുൽഖഅദ്, ദുൽ ഹജ്ജ്, മുഹറം കാര്യമായല്ലോ. പിന്നെ ഹജ്ജ് എന്ന് പറയുന്നത് എന്താണ്? അൽ ഹജ്ജ്, നമ്മൾ ഹജ്ജുൽ അക്ബർ ഉണ്ട്, അതായത് ഹജ്ജ്. പിന്നെ ഹജ്ജുൽ അസ്ഗർ ഉണ്ടാവും, ചെറിയ ഹജ്ജ്. ചെറിയ ഹജ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഉംറ. ഉംറ. അപ്പൊ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് റജബ് മാസം ചെയ്തിരിക്കുന്നത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമായിട്ട് ചെയ്യും. അപ്പൊ ദുൽ ഹജ്ജ്, പിന്നെ ദുൽഖഅദ്, ദുൽ ഹജ്ജ്, മുഹറം തുടർച്ചയായി വരുന്ന 3 മാസങ്ങളും പിന്നീട് റജബ് മാസവുമാണ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം. അപ്പൊ എന്ത് ചെയ്യും? ഖുറൈശികൾക്ക് എപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടാകുകയാണ് അവരുടെ ശത്രുവിന് യുദ്ധം എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോൾ പെണ്ണ് കേസിൽ യുദ്ധം ഉണ്ടാവും, ഒട്ടകത്തിന്റെ കേസിൽ യുദ്ധം ഉണ്ടാവും. അങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ഒരാളോട് യുദ്ധം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പൊ മുഹറം മാസമാണ് അല്ലെങ്കിൽ ദുൽഖഅദ് മാസമാണ് എങ്കിൽ അവരെന്ത് ചെയ്യും? നമുക്ക് ദുൽഖഅദിനെ അങ്ങോട്ട് മാറ്റാം. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസത്തെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പൊ വേറൊരു മാസമാണെന്ന് പ്രഖ്യാപിക്കാം. ഇപ്പൊ യുദ്ധം അനുവദനീയമായ മാസമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് എന്ത് ചെയ്യും? ആ മാസം അവര് യുദ്ധം ചെയ്യും. ഇങ്ങനെയായിരുന്നു അവർ ചെയ്യുന്നത്. അങ്ങനെ അതാണ് ഇന്നമൻ നസീഉ സിയാദത്തും ബിൽ കുഫർ എന്ന് പറഞ്ഞു. അതെന്താണ്? അപ്പം ഈ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് തന്നെ എന്തുണ്ട്? ഹജ്ജുണ്ട്. ഹജ്ജ് ആദ്യം നബി അലൈഹി സ്വലാമയുടെ കാലം പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്തായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നിട്ട് വാദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നിട്ട് ഡിക്ലെയർ ചെയ്തു, വിളംബരം നടത്തി, ജനങ്ങൾ എല്ലാവരും ഹജ്ജ് ചെയ്യണമെന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാലം മുതൽ എന്ത് യുദ്ധം ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടു. യുദ്ധം നിഷിദ്ധം. അപ്പം അറബികൾക്ക് തോന്നുകയാണ് യുദ്ധം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസത്തെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ യുദ്ധം ചെയ്തിട്ട് പിന്നെ പറയും ആ യുദ്ധം ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടം മുതൽ ഈ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളുണ്ട്. അറബികൾ അതിൽ എന്ത് ചെയ്തു? തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇപ്പൊ ഈ മാസം എന്താണ്? സെപ്റ്റംബർ ആണെങ്കിൽ അവർ പറയും ഇന്ന് സെപ്റ്റംബർ അല്ല, ഇന്ന് മാർച്ചാണ്, ഇത് മാർച്ച് മാസം. മാർച്ച് ആക്കി നമുക്ക് മാർച്ചിന്റെ സ്ഥാനത്തുള്ള സെപ്റ്റംബറിനെ കൊണ്ട് വയ്ക്കാം. അങ്ങനെ അതാണ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കുക എന്നത് എന്താണെന്ന് പറഞ്ഞത് സിയാദത്തും ഫിൽ കുഫർ. കുഫറിന് സത്യനിഷേധത്തിന്റെ ആധിക്യമാണ് അത് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനെക്കുറിച്ചാണ് വേറൊരു രീതിയിൽ ഇവിടെ സ്വീകരിക്കുന്നത്. അശ്ശഹ്റുൽ ഹറാമു ബിശ്ശഹ്റിൽ ഹറാം. നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ അഥവാ വിശുദ്ധ മാസങ്ങൾ ബിശ്ശഹ്റിൽ ഹറാം, അതിന് പകരം
വിശുദ്ധ മാസങ്ങൾ മാത്രമേ പകരമാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ദുൽഖഅദ് മാസം ദുൽഹജ്ജാക്കാവുന്നല്ല പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം അതേ ആവൂ. ദുൽഖഅദ് മാസത്തിന് പകരം ദുൽഖഅദ് മാസം മാത്രമേ ആകൂ. അതാണ് ദുൽഖഅദ് മാസം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണെങ്കിൽ ആ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം തന്നെ ആയിരിക്കും. വിശുദ്ധ മാസം വിശുദ്ധ മാസത്തിന് പകരം വൽ ഹുറുമാത്ത് ഖിസാസ്. അതേപോലെ തന്നെ ഹുറുമാത്ത് ആദരണീയമായ കാര്യങ്ങൾ. പവിത്ര മാസത്തിന് പകരം പവിത്ര മാസം തന്നെ ആദരണീയതകളെല്ലാം തുല്യമായി പരിഗണിക്കപ്പെടുന്നതാണ്. ഖിസാസ് എന്താ? കുത്തിബ അലൈക്കും ഖിസാസ് നമ്മൾ പറഞ്ഞത് പ്രതിക്രിയ. അപ്പം വൽ ഹുറുമാത്ത് ആദരണീയമായ കാര്യങ്ങൾ പകരത്തിന് പകരമാണ് എന്ന് പറഞ്ഞാൽ ആദരണീയമായ കാര്യത്തിന് പകരം ആദരണീയമായ കാര്യം തന്നെയുള്ളൂ. അതിന് പകരം നിഷിദ്ധമായ കാര്യമില്ല. ഇത് നിഷിദ്ധമാക്കപ്പെട്ട പവിത്ര മാസത്തിന് പകരം ഒരു സാധാ മാസത്തെ കൊണ്ട് അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഹുറുമാത്ത് എന്ന് പറഞ്ഞാൽ ആദരിച്ച കാര്യങ്ങൾ. ഒമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പറയും. അപ്പൊ അള്ളാഹ് ആദരിച്ച സംഗതികൾ ഇത് വിശാലമായി ചിന്തിക്കേണ്ട സംഗതിയാണ്. ഇസ്ലാമിൽ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ആ ആദരണീയമായ കാര്യങ്ങളെ ആദരിക്കുക തന്നെ വേണം. അദാൻ ആദരണീയമായ സംഗതിയാണ്. സ്വലാ ആദരണീയമായ സംഗതിയാണ്. സിയാം ആദരണീയമായ സംഗതിയാണ്. അതേപോലെ മസ്ജിദ് ആദരണീയമായ സംഗതിയാണ്. ഷഹ്റുൽ ഹറാം ആദരണീയമായ സംഗതിയാണ്. അപ്പൊ അങ്ങനെ ആദരണീയമായ സംഗതികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആദരണീയതയ്ക്ക് പകരം ആദരണീയതയെ പറ്റുള്ളൂ. അതിന് പകരം അനാദരവ് പറ്റില്ല. പകരത്തിന് പകരമാകുന്നത് അങ്ങനെയാണ്. പമനേഴ്ത്തത ആരെങ്കിലും പരിധി ലംഘിച്ചാൽ, പമനേഴ്ത്തത ആലയിക്കും നിങ്ങളുടെ മേൽ ആരെങ്കിലും പരിധി ലംഘിച്ചാൽ വായിച്ചത് ആലയും അവന്റെ മേൽ പരിധി ലംഘനം കാണിച്ചു കൊടുക്കുക. ബിമിസ്ലി മാറ്റത ആലയിക്കും, ബിമിസ്ലി മാറ്റത ആലയിക്കും. ഇതെന്താണ്? യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ പറയുന്ന ഒരു സംഗതിയാണ്. അതല്ലാത്ത അന്തരീക്ഷത്തിൽ പറയുന്നതാ വ്യക്തിയോട് എന്തെങ്കിലും കാണിച്ചാൽ അതിന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണമെന്നാ പറയുന്നത്. ഇവിടെ എന്താ? ഒരു സാമൂഹികമായിട്ട് ഇങ്ങോട്ട് നിങ്ങളോട് പരിധി ലംഘനം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് അലഹി അവനോട് പരിധി ലംഘനം കാണിക്കുക. ബിമിസ്ലി മാറ്റത അലൈക്കും അവൻ നിങ്ങളോട് എത്രത്തോളം പരിധി ലംഘനം കാണിച്ചു അത്രത്തോളം. മറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? അവരെ കുഞ്ഞു കുട്ടികളെ സ്ത്രീകളെ മുഴുവൻ അഴിച്ച് തകർത്തുള്ള പാർപ്പിടങ്ങൾ തകർത്ത് വിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ പാടില്ല. എന്താണ്? ഇസ്ലാമിക പോളിസിപ്പെട്ട. അതുകൊണ്ടാണ് ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞത്. നമ്മൾ മുമ്പ് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിടത്തേക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാൻ അല്ലേ? അവരെ നോക്കിയായിരുന്നു ഇത്തഖുല്ലാ എന്ന് പറഞ്ഞെടുത്ത്. ഇവിടെ എന്താ? യുദ്ധത്തിന് ശേഷം ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ എന്താ? അവിടെ ഭക്തിയല്ല, അവിടെ എല്ലാത്തിനെയും കൊന്നൊടുക്കി അഴിച്ചു നിരപ്പാക്കി കൃഷികളും എല്ലാം നശിപ്പിച്ചതിന് ശേഷം അവിടെ എന്താ പറയുക രാസായുധങ്ങളെല്ലാം പ്രയോഗിച്ചതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞില്ല. അവിടെ ഒരു അനീതിയും കാണിക്കാൻ പാടില്ല, ഒരു അതിക്രമവും ചെയ്യാൻ പാടില്ല. കൃഷി നശിപ്പിക്കാൻ പാടില്ല, സ്ത്രീകളോട് അനാദരവ് കാണിക്കാൻ പാടില്ല, സ്ത്രീകളെ വധിക്കാൻ പാടില്ല, വൃദ്ധരെ വധിക്കാൻ പാടില്ല, അശക്തരോട് യുദ്ധം ചെയ്യാൻ പാടില്ല, പാർപ്പിടങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾ. യുദ്ധത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ നമ്മൾ എന്താ പറയുക, ഓരോ സ്ഥലത്ത് ഇത് വെച്ചിട്ട് കരാറിന്റെ നിയമങ്ങളൊക്കെ പറയും. ഇത്തരം കരാറുകളൊക്കെയും പാലിക്കേണ്ടതാണ്. വത്തഖുല്ലാഹ്, അള്ളാഹ് സൂക്ഷിക്കുക, അള്ളാഹെ സൂക്ഷിക്കുക. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹ് മുത്തഖികളോടൊപ്പം ആയിരിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയവാസം കാണിക്കാനുള്ളതല്ല ഇസ്ലാമിലെ യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ തോന്നിയവാസികളോടൊപ്പം ഉള്ളതല്ല യുദ്ധം. അള്ളാഹ് തോന്നിയവാസികളോടൊപ്പം അല്ല. അതെന്താണ്? എല്ലാ സ്ഥലത്തും മിതത്വം പാലിക്കുകയും അവിടെ എല്ലാം ഭക്തി പുലർത്തുകയും ചെയ്യുന്നവരോടൊപ്പമാണ്. ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക. അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക. ചിലവഴിക്കുമ്പോൾ അള്ളാഹിന്റെ മാർഗത്തിലാണ് ചിലവഴിക്കുന്നത്. നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്ത് ഫണ്ട് കൊടുത്തു. ഫണ്ട് കൊടുത്താൽ അയാൾ തന്നെ വീണ്ടും കാണുമ്പോഴത്തേക്ക് നമ്മള് അതെ എങ്ങനെ കുനിഞ്ഞിരിക്കുക ഭക്തി പുലർത്തുക ചെയ്യുന്നതിന് വേണ്ടിയല്ല. അവൻ എന്നെ കണ്ട് മൈൻഡ് ചെയ്തിട്ട് നമ്മൾ അയാൾക്ക് ഗ്രാൻഡ് കൊടുത്തല്ല എന്നൊന്നും വിചാരിക്കരുത്.
അത് കൊടുത്തത് എന്താണ്? അള്ളാന്റെ മാർഗത്തിലാണ് കൊടുത്തത്. അത് അയാളെ പാടെ തീർന്നു. ഞാൻ കൊടുത്തത് അള്ളാന്റെ മാർഗത്തിലാണ് കൊടുത്തതെങ്കിൽ പിന്നെ ഞാനും അവനുമായി ഇതില്ല, അങ്ങനെ ഒരു ബന്ധമില്ല. അല്ലാത്തുബത്തിരു സ്വതക്കാത്തിക്കും ബിൽ മഞ്ഞ് വല്ലത പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കും. ഉപകാരം എടുത്തു പറഞ്ഞുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും എന്ത് ചെയ്യാൻ പാടില്ല. അവരെ നിങ്ങളുടെ സ്വതക്കകൾ ലാപ്സാക്കാൻ പാടില്ല. അത് ലാപ്സായി പോകും. ചിലവഴിക്കുന്നത് അള്ളാന്റെ മാർഗത്തിലാണ് ചിലവഴിക്കും. ലാ തുളക്കൂ ബി ഐദീക്കും ഇല തഹലുക്കത്തി അൽക്കായുക്കി ലാ തുളക്കി നീടരുത്, ലാ തുളക്കൂ നിങ്ങളിടരുത്, ലാ തുളക്കൂ നിങ്ങളിടരുത് ബി ഐദീക്കും നിങ്ങളുടെ കരങ്ങൾ, നിങ്ങളുടെ കൈകൾ നിങ്ങൾ കൊണ്ടിടരുത്. കൈകളെ കൊണ്ടിടരുത് എന്ന് പറഞ്ഞാൽ കൈകളെ ഇവിടെ ബി വെച്ചുള്ള കൊണ്ടാണ്. നിങ്ങളെ കൈകളെ ഇടരുത്, ബി വെച്ചില്ല. നിങ്ങളെ കൈകളെ കൊണ്ട് ഇടുന്നു, നിങ്ങൾ കൈകളെ ഇടരുത്. ലാ തുളക്കൂ ബി ഐദീക്കും ഇല തഹ്ലുക നാശം. ഹലാക്ക് എന്ന് പറയുന്നത് പകരമാണ് തഹ്ലുക, തദക്കുർ എന്ന് പറയുന്ന പോലെ ഇല തഹ്ലുക നാശത്തിൽ. അപ്പൊ എന്താണ് ലാ തുളക്കൂ ബി ഐദീക്കും ഇല തഹ്ലുക എന്ന് പറയുന്നത്? ഇതൊരു പോളിസിയാണ്. ലാ തുളക്കൂ ബി ഐദീക്കും എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ഖുർആനിലെ ഓരോ സംഗതികളും എന്താണ് ഒരു പോളിസി ആയിട്ട് എടുക്കും. ഈ ഒരു പോളിസി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. കാര്യം എന്താ? ഖുർആൻ അള്ളാഹ് ഖണ്ഡിതമായി നിയോഗിച്ച കാര്യമാണ്. എന്താ നിയമം? എന്താ ആയത്ത്? പുകവലിക്കാൻ പാടില്ല. എന്താ തെളിവ്? നിങ്ങൾ നാശത്തിലേക്ക് തിരിയാൻ പാടില്ല. അപ്പൊ പുകവലി എന്ന് പറയുന്ന ഒരു സംഭവം നബിയുടെ കാലത്തുണ്ടായിരുന്നത്. അത് വേറെന്തോ സംഭവമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ പുകവലി അതേപോലെ വ്യക്തമായി ദീനിൽ പറയാത്ത പല കാര്യങ്ങളും എന്താണ് നാശത്തിലേക്ക് നയിക്കുന്ന എന്തുണ്ടോ ആ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതെന്തായിരുന്നാലും മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതിന്റെ തെളിവ് ഇതാണ്. ലാത്തുറുക്കും ഇത് തകർക്കുക. ഇതാണ് ആ ഖണ്ഡിതമായ നെസ്സെന്ന് പറയും. ഖണ്ഡിതമായ തെളിവെന്നാണ്. അഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യുക, ഇഹ്സാൻ ചെയ്യുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹ് മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നു. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, അതിമ്മുൽ ഹജ്ജ വൽ ഉംറത. പിന്നെ ഷഹറുൽ ഹറാമൊക്കെ പറഞ്ഞല്ലോ. അപ്പോ നേരത്തെ യുദ്ധം പറഞ്ഞപ്പോൾ ഷഹറുൽ ഹറാമിൽ നസീഹ്, നിങ്ങൾ യുദ്ധം മാറ്റിവെക്കും, അല്ല യുദ്ധം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷഹറുൽ ഹറാം മാറ്റിവെക്കും എന്ന വിഷയമാണ്. അപ്പൊ പിന്നെ അതിനോടനുബന്ധമായിട്ട് എന്ത് ചെയ്യാം? ആ ഷഹറുൽ ഹറാമിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. ഇതിനാണ് കണക്ടിവിറ്റി പോകുന്നത്. അപ്പൊ ഷഹറുൽ ഹറാമിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അൽ ഹജ്ജ്. അപ്പൊ പറയാണ് അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, ഹജ്ജും ഉംറയും അള്ളാഹ്ക്ക് വേണ്ടി പൂർത്തീകരിക്കുക. ഹജ്ജും ഉംറയും എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി പൂർത്തീകരിക്കുക. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഹജ്ജും ഉംറയും അവിടെ നിർവഹിക്കുന്ന ചില ആക്ടിവിറ്റീസ് ആണ്. ആ ആക്ടിവിറ്റീസ്, ആ ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രയാസവും കഷ്ടപ്പാടും അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന, അത് ആ സ്ഥലത്ത് ചെല്ലുമ്പോഴുണ്ടാകുന്ന അനുഭൂതിയിലൂടെ നേടിയെടുക്കുകയാണ്. കഷ്ടപ്പാടെല്ലാം മറന്നിട്ട് അനുഭൂതി നേടിയെടുക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്? ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ സംഗതി നിർവഹിക്കുന്നത്. ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അള്ളാഹുമായി എന്തുണ്ടാവുള്ളൂ, അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ. അതിനാണ് അവിടെ ചെല്ലാൻ പറയുന്നത്. ഈ യഷ്ഹദു മനാഫിഅ ലഹും എന്നാ പറഞ്ഞത്. ഹജ്ജ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? യഷ്ഹദു മനാഫിഅ ലഹും, അവർക്ക് അവിടെ ലഭിക്കുന്ന പ്രയോജനങ്ങൾക്ക് അവർ സാക്ഷിയാകുന്നതിന് വേണ്ടി എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ പ്രയോജനം ഉണ്ടാകണം. എന്ത് ചെയ്യണം? നമ്മൾ ഇഷ്ടപ്പെട്ട അള്ളാന്റെ ഭൂമിയിൽ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെന്ന് അള്ളാന്റെ പ്രിയങ്കരായ ദാസന്മാർ അല്ലെ കാൽപാദങ്ങൾ സ്പർശിച്ച സ്ഥലം, അല്ലെങ്കിൽ അവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിച്ചതാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പടുത്തുയർത്തിയതാണ് ഈ കഅബ. അങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുക. അവിടെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച മഹാന്മാർ ജീവിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ജീവിച്ചിരുന്നു.
അവരുടെ പാദസ്പർശമേറ്റ സ്ഥലം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ പാദസ്പർശമേറ്റ സ്ഥലം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ മാതാവ് നടന്ന സ്ഥലം, അങ്ങനെ ഓരോന്നും അങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ പ്രയോജനം നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യില്ല. ഇതെല്ലാം എന്താണ്? അള്ളയുമായിട്ടുള്ള അറ്റാച്ച്മെന്റിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട സംഭവമാണ്. അള്ളാഹുമായിട്ട് നമ്മൾ എത്രത്തോളം സ്നേഹമുണ്ടോ എന്നതിന്റെ തെളിവാണ് ഈ സമിതി, ഈ ആക്ടിവിറ്റി എല്ലാം. അപ്പൊ എന്താ, അതുകൊണ്ടാണ് അതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ. അപ്പൊ അതിനുവേണ്ടി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ചെയ്യുന്നതിൽ കുറവുകൾ ഉണ്ടാകാൻ പാടില്ല. കുറവുകളും വീഴ്ചയും ഇല്ലാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഫഇൻ വഹ്ശിർതും, അഹ്സറ ഇതാർന്ന് പറഞ്ഞത്? അഹ്സറ ബന്ധനസ്ഥനാക്കി. ഫഇൻ വഹ്ശിർതും, നിങ്ങൾ ബന്ധനസ്ഥരാക്കപ്പെട്ടാൽ, നിങ്ങൾ ബന്ധനസ്ഥരാക്കപ്പെട്ടാൽ, അഹ്സറ യുസിറാണ്, തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ ബന്ധനസ്ഥനാക്കി. ഫഇൻ വഹ്ശിർതും, നിങ്ങളെ മറ്റാരോ ബന്ധനസ്ഥരാക്കി അല്ലെങ്കിൽ നിങ്ങളെ തടഞ്ഞു നിർത്തി. ഫൈൻ വഹ്ശിർതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിബന്ധമുണ്ടായി. അത് ഹജ്ജോ ഉംറയോ പൂർത്തീകരിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രതിബന്ധമുണ്ടായി. അപ്പൊ എന്ത് ചെയ്യണം? ഫമസ്തൈസറ മിനൽ ഹദി, അപ്പം ബലി നൽകിക്കൊണ്ട്, ഫമസ്തൈസറ മിനൽ ഹദി, ഇസ്തൈസറ എന്ന് പറഞ്ഞ അർത്ഥം സൗകര്യപ്പെട്ടു അല്ലെങ്കിൽ എളുപ്പമായി, യസീറായി, യസീറായി, ഇസ്തൈസറ, യസീറായി. ഫമസ്തൈസറ മിനൽ ഹദി, അപ്പൊ ബലി നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന രീതിയിലുള്ള ബലി നൽകുക. ബലി എന്താണെന്ന് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടത്. ഹദി, ബലി നൽകുമ്പോൾ അതിന്റെ ഉപാധികൾ എന്തൊക്കെയാണ്, അത് വേറെ രീതിയിൽ വരും. فلا تحلقوا رؤوسكم حتى يبلغ الهدي محله. അപ്പൊ നിങ്ങൾ അങ്ങനെ അസൗകര്യം നേരിട്ടാൽ അല്ലെങ്കിൽ പ്രതിബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹദി, ബലി നൽകപ്പെടേണ്ട രീതി എപ്പോഴെല്ലാം രീതിയിലാണ് ബലി നൽകപ്പെടേണ്ടതെന്ന് വേറെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ രീതിയിൽ ബലി നൽകപ്പെടേണ്ട അവസ്ഥ ബലി നൽകേണ്ട അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ولا تحلقوا رؤوسكم حتى يبلغ الهدي محله. അപ്പൊ ബലി നൽകപ്പെടുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? തലമുണ്ടനം ചെയ്യാൻ പാടില്ല. തലമുണ്ടനം ചെയ്യല് അല്ലെങ്കിൽ മുടി മുറിക്കല് എന്താണ്? ഹജ്ജിന്റെ ഉംറയുടെ ഒരു ചടങ്ങാണ്. അപ്പോ ബലി കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? മുടി മുറിക്കേണ്ടത് അല്ലെങ്കിൽ മുടി വടിക്കേണ്ടത്. വല തഹ്ലിഖു ഹൽഖ്, ഹൽഖ് എന്ന് പറഞ്ഞാൽ വടിക്കുക, ഹൽഖല്ല, ഡോട്ടില്ലാതെ ഹൽഖ്. വല തഹ്ലിഖു, ഹലക യഹ്ലിഖു മുതലുണ്ട്, തലമുണ്ടനം ചെയ്യുക, മുണ്ടനം ചെയ്യുക, ഹൽഖ്. അപ്പൊ ഹൽഖ് ലിഹിയ എന്നും പറയും. അപ്പൊ ദാടി വടിക്കുക, അതുകൊണ്ടാണ് മുണ്ടനം ചെയ്യുമെന്ന് പറഞ്ഞ് വാക്കുകൊണ്ടിരിക്കും. ഷേവ് ചെയ്യുക, എന്നാണ് ഹൽഖ് എന്ന് പറയും. ലാ തഹ്ലിഖു റൂസക്കും, നിങ്ങൾ നിങ്ങളുടെ തലകൾ മുണ്ടനം ചെയ്യരുത്. റഅസ് റൂസ്. അപ്പൊ ഇതുവരെ നമ്മൾ ഏതെല്ലാം അവയവങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എഴുതി വയ്ക്കുക. ബുക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ശരീരത്തിലെ അവയവങ്ങൾ, നമ്മൾ പഠിച്ച അവയവങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ എഴുതി വയ്ക്കുക. മാത്രമല്ല ഖുർആൻ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ നെറ്റോ AI ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ശരീരത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഖുർആൻ വന്നിരിക്കുന്നത് എന്ന് കണ്ടെത്താം. അത് എഴുതി വയ്ക്കുക. അപ്പൊ ഈ പഠിച്ചത് എന്തായാലും നിങ്ങൾ മറന്നുപോകില്ല. ലാ തഹ്ലിഖു റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു, ആ ബലിമൃഗം എത്തുന്നവരെ, മഹില്ലഹു, അതിന്റെ സ്ഥാനത്ത്. അതിന്റെ സ്ഥാനത്ത് എത്തിച്ചേരുന്നവരെ എന്ത് ചെയ്യാൻ പാടില്ല? തലമുണ്ടനം ചെയ്യാൻ പാടില്ല. ഫമൻ കാന മിൻകും മരീദൻ ഔ ബിഹി അദം മിൻ റഅസിഹി. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കണക്ഷൻ വേറൊരു വിഷയത്തിലേക്ക് പോവാം. അപ്പോ ഹദി കൊടുക്കണമെന്ന് പറഞ്ഞു.
ബലി കൊടുക്കണം. ബലി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? തലമുണ്ടനം ചെയ്യേണ്ടതെന്ന് പറയും. പിന്നെ തലമുണ്ടനം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അടുത്ത പറയുന്നത്. ലാ തഹ്ലിഖു റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല എന്ന് പറയും. അപ്പൊ വമൻകാന മിൻകും മരീളൻ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ, നമ്മൾ നേരത്തെ പഠിച്ചു, ഔ ബിഹി അദൻ, അല്ലെങ്കിൽ ഉപദ്രവമുണ്ട്. അദൻ എന്ന് പറഞ്ഞാൽ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം, അസൗകര്യം, അല്ലെങ്കിൽ ദുരിതം, പ്രയാസം ഉണ്ട്. അതൻ എവിടെയുണ്ട്? മിർ റഅസിഹി, തന്റെ തലയിൽ. തലയിൽ എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ, ഒരാൾ രോഗിയാണോ അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫിദിയത്തുൻ, അതിനെന്ത് ചെയ്യണം? ഫിദിയ കൊടുക്കണം, ദണ്ഡം കൊടുക്കണം. എങ്ങനെയാ ദണ്ഡം കൊടുക്കേണ്ടത്? അതിന് പ്രായശ്ചിത്തം. ഫിദിയത്തിൻ പ്രായശ്ചിത്തം. ഫിദിയത്തിൻ പ്രായശ്ചിത്തം. ഫിദിയത്തിൻ, അപ്പോൾ ഫിദിയത്തിൻ പ്രായശ്ചിത്തം കൊടുക്കേണ്ടത്. എങ്ങനെ? എന്താണ് പ്രായശ്ചിത്തം? സിയാമ്, ഒന്നുകിൽ എന്താണ്? നോമ്പെടുക്കലാണ്. ഔ സ്വതക്കത്തിന്, അല്ലെങ്കിൽ സദക്ക കൊടുക്കലാണ്. ഔ നുസുക്ക്, അല്ലെങ്കിൽ നുസുക്ക് എന്താ? ആരാധന എന്ന് വരും. അതേപോലെ ഇവിടെ ബലി. ബലിക്കാറുണ്ട്. ആ, ബലി എന്ന് പറയാം. അതിന്റെ മീനിങ് തന്നിട്ടില്ല. നുസുക്ക് തന്നിട്ടില്ല. ആ 3 വരിന്റെ തന്നിട്ടില്ല. കൊറേ വാക്കുകൾ അർത്ഥം ആ 3 വരിന്റെ മീനിങ് തന്നിട്ടില്ല. നുസുക്ക് വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും. മ്യൂസിക്കില്ല വന്നാൽ അല്ലാതെ അതിന് വിട്ടുപോയതാ തോന്നുന്നത്. ആദ്യം നമ്മൾ പട്ടിക ഉണ്ടാക്കുമ്പോൾ ഒരു പദം വന്നാൽ ആ പദം നേരത്തെ വന്നിട്ടുണ്ടോ നോക്കിയിട്ടാണ് പട്ടിക ഉണ്ടാകുന്നത്. അപ്പൊ ഇത് അതിന്റെ വാക്ക് വന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? നേരത്തെ വന്നിട്ടുണ്ടോ, എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും. സമസ്തൈസറം ആദ്യം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ വന്നപ്പോ അവിടുന്ന് അങ്ങോട്ടുള്ള മീനിങ് തന്നാ തോന്നുന്നു. അതിന്റെ ഇടയിലുള്ളതൊന്നും വന്നില്ല. അതെന്നുള്ളതും വന്നില്ല. അതന്വേഷിക്ക് തണച്ച അമീൻതും, അമീൻ എന്താ? നിർഭയമായി വിശ്വസിച്ചു. അമീന, ആമനാണ് വിശ്വസിച്ചത്. അമീന നിർഭയനായി. അമീൻതും, നിങ്ങൾ നിർഭയരായാൽ, ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജ്, ആരെങ്കിലും തമത്തഅ ചെയ്താൽ, തമത്തഅ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്തു എന്നാണ് കേട്ടോ. അത് തന്നില്ല അല്ലേ? നുസ്കിന് എന്താ പറഞ്ഞത്? നുസുക്ക് എന്നാൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി, എന്താ അർത്ഥം? ആരാധന. മനസ്സുക്കി എന്റെ ആരാധനയെന്നല്ല. ഇന്ന സ്വലാത്തി വനുസുക്കി എന്ന് പറഞ്ഞാൽ എന്റെ നമസ്കാരവും എന്റെ ആരാധനയും എന്റെ ത്യാഗവും. ത്യാഗം. ത്യാഗം എന്ന് പറയാൻ കാര്യം എന്താ? നമ്മളുടെ ബലി. ബലി കേട്ടാണ് ബലി നൽകുന്നത്. ഇപ്പൊ ഇവിടെ നേരത്തെ ബലി നല്ലല്ലോ അർത്ഥം. വേറെന്തോരോ വാക്ക് പറഞ്ഞില്ലേ? നുസുക്കിന് എന്ത് വാക്ക് പറഞ്ഞു? ബലി എന്നല്ലാതെ ആരാധന. എന്ത് വാക്ക് പറഞ്ഞു? ഓർമ്മട്ടില്ല. വേറൊരു വാക്കാണല്ലോ പറഞ്ഞേ. ത്യാഗം എന്ന് പറഞ്ഞു. നുസുക്കിന് ആരാധന എന്ന അർത്ഥമുണ്ട്. അതേപോലെ ബലി എന്നും അർത്ഥമുണ്ട്. നമ്മള് ഹജ്ജിന് ത്യാഗം എന്ന അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ എന്താ അർത്ഥം? ഇവിടെ ബലി നൽകുക എന്നാണ്. ബലിന്ന് ആദ്യം പറഞ്ഞു. അതെ, ഇവിടെ എന്ത് ചെയ്യണം? ഫിദിയത്തും മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്ക്. അപ്പൊ ഒന്നുകിൽ നോമ്പനുഷ്ഠിക്കുക, അല്ലെങ്കിൽ സദഖ കൊടുക്കുക, അല്ലെങ്കിൽ ബലി നൽകുക. ഇതാ അമീൻതും ഫമൻ തമത്തഅ ബിൽ ഉംറതി. നിങ്ങൾ ഖുർആൻ വ്യാഖ്യാനം എടുത്തില്ല, അവിടെ ഏതൊക്കെ വിഷയം വന്നു? ഒരുപാട് വിഷയം വരുമ്പോൾ ആ വിഷയത്തിനൊക്കെ വിശദീകരണം ഉണ്ടാവും. അത് വായിച്ചു നോക്കണം. ഇതാ അമീൻതും ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജ്. തമത്തഅ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്തു എന്നാണ് അർത്ഥം. മത്തഅ ജീവിത വിഭവം, തമത്തഅ ആസ്വദിച്ചു കേട്ടോ. അപ്പൊ ഇവിടെ എന്താ അർത്ഥം? തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജ്.
ഹജ്ജും ഉംറയും, അതായത് ഹജ്ജ് ചെയ്തിട്ട് എന്താണ് ഇഹ്റാമിൽ നിന്നും തഹല്ലുലാകാതെ, ഉംറ ചെയ്തിട്ട് അതിൽ നിന്നും തഹല്ലുലാകാതെ ഹജ്ജ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? തമത്തു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്താൽ, അപ്പൊ തെമത്തേന്റെ അർത്ഥം എന്താ പറഞ്ഞേ? തമത്തു എന്ന് പറഞ്ഞാൽ മത്ത, തമത്ത എന്ന് അതാണ് പറഞ്ഞാൽ ഇപ്പൊ എൻജോയ് ചെയ്തു, ആസ്വദിച്ചു. തെഹല്ലുല് എന്ന് പറഞ്ഞാല് ആ തഹല്ലുൽ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഇഹ്റാമിൽ നിന്നും മുക്തമാവുക. ഹജ്ജിന് പോയോ? ഇല്ല ഇല്ല, ഹജ്ജ് മുമ്പ് ഒന്നും ചെയ്തില്ല. അപ്പൊ ഇല്ലേ, കാശില്ലേ? അതിനൊന്നും ഒരുങ്ങിയില്ല. അപ്പൊ അങ്ങനെ നിയത്ത് ചെയ്യുക, ഒരുങ്ങണം. കാശുണ്ടെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാശുണ്ടെങ്കിൽ ചെയ്യണം. നമ്മൾ വേറെ ചില പല രീതിയിലും എന്ത് ചെയ്യണം, പ്രോപ്പർട്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രോപ്പർട്ടി കാത്തു സൂക്ഷിച്ചത് എന്തിനുള്ളതാ? നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകാൻ എന്തെല്ലാം ചെലവ്, പിന്നെ ചെലവ് നമ്മൾ ചെലവഴിക്കും, സമ്പത്ത് ചെലവഴിക്കും, പണം ചെലവഴിക്കുന്നില്ലേ? ഈവൻ നമ്മൾ ഈദ്ഗാഹിൽ പോകാൻ വേണ്ടി പൈസ ചെലവഴിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അത് കുറച്ച് പൈസയാണ്. അപ്പൊ അതേപോലെ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ തുകയാണ് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വേണ്ടി വരിക. അപ്പൊ നമ്മളെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ചിലപ്പോൾ അത് ഗോൾഡ് ആയിരിക്കാം, എസ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഒരിടമായിരിക്കാം, വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും. അതൊന്ന് കുറച്ചാൽ ചെയ്യാൻ പറ്റും. ഹജ്ജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുറച്ചിട്ട് എന്ത് ചെയ്യണം? ഹജ്ജ് ചെയ്യണം. എല്ലാവരുടെ അവസ്ഥ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതാണ്. ഹജ്ജിന് കൊടുത്തിട്ടുണ്ട് ഉസ്താദേ, ഗവൺമെന്റിൽ കിട്ടിയില്ല. ആ ഇൻഷാ അല്ലാ വരും. ഇല്ലെങ്കിൽ അടുത്തതിൽ കൊടുക്കാം, അതല്ലെങ്കിൽ പ്രൈവറ്റിൽ കൊടുക്കാം. അല്ലേ, ഞാൻ അതിന്റെ പ്രാധാന്യം പറഞ്ഞതാണ്. അപ്പൊ അഞ്ച് കാര്യങ്ങൾ ചെയ്തെങ്കിലല്ലേ ഒരാൾ മുസ്ലിം ആവുള്ളൂ. ഇസ്ലാം അല ഹംസിൻ എന്ന് പറഞ്ഞില്ലേ? നോമ്പിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഹജ്ജ്. വൽ ഹജ്ജി വസൗമി റമദാൻ എന്നാ പറഞ്ഞത്. അപ്പൊ നോമ്പ് വിളിക്കാൻ പറഞ്ഞത് ഹജ്ജ് കഴിഞ്ഞിട്ടാണ് നോമ്പിന്റെ കാര്യം പറഞ്ഞത്. ആണല്ലേ? ആ അവസാനം പറഞ്ഞ ഹദീസുണ്ട്, നോമ്പിന് മുമ്പ് പറഞ്ഞ ഹദീസുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്താൽ ഫമസ്തൈസലമിനൽ ഹദി, അപ്പോൾ ഹദി നിർബന്ധമാകും. ഏത്? ബലി നിർബന്ധമാകും. ഫമല്ലം യജിദ്, അങ്ങനെ ബലി കൊടുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഓക്കെ, അങ്ങനെ ഫിദിയ കൊടുക്കാൻ ഫമസ്തൈസലമിനൽ ഹദി, അപ്പൊ എന്ത് ചെയ്യണം? ഹദി കൊടുക്കണം, ബലി നൽകണം. ഫമല്ലം യജിദ്, അങ്ങനെ തമത്തുവിന്റെ സന്ദർഭത്തിൽ ഹദി നൽകാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടില്ലെങ്കിൽ, ഫമല്ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജ്, അപ്പൊ എന്ത് ചെയ്യണം?
ബലി നൽകുന്നതിന് പകരം സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജി, ഡ്യൂറിങ് ദ ഹജ്ജ് പീരീഡ്, ഹജ്ജിന്റെ ആ സമയത്ത്, ഹജ്ജിന്റെ സമയങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം? 3 ദിവസം നോമ്പെടുക്കണം. വസബഅത്തിൻ ഇദാ റജഅതും, തിരിച്ചു പോയാൽ നാട്ടിൽ ചെന്നിട്ട് 7 ദിവസം നോമ്പെടുക്കണം. തിൽക അശറത്തുൻ കാമിലത്തുൻ, അതെന്താണ്? അശറത്താണ്, 10 ദിവസമാവും. കാമിലത്തിൻ പൂർണ്ണമാണ്. അത് അറവ് നടത്തിയില്ലെങ്കിൽ നോമ്പെടുക്കാനാണ് പറഞ്ഞു. അതെ, അറവ് നടത്തില്ലെങ്കിൽ 3 ദിവസം ഹജ്ജിലും പിന്നീട് 7 ദിവസം നാട്ടിൽ ചെന്നതിന് ശേഷവും എന്ത് ചെയ്യുക? നോമ്പൊടിക്കുക. തിൽക അശറത്തുൻ കാമിലത്തിൻ, അപ്പൊ 10 നോമ്പാവും. ذلك لمن لم يكن أهله حاضر المسجد الحرام. അതെവിടെയാണ്? മസ്ജിദുൽ ഹറാമില് നാട് അല്ലാത്തവർക്കാണ്. ലം യക്കുൻ അഹ്ലുഹു, അവരുടെ ആൾക്കാരില്ല. ലം യക്കുൻ അഹ്ലുഹു, അവരുടെ കുടുംബം ഇല്ല. ഹാദിറിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ സന്നിഹിതർ. ഹാദിറിൽ മസ്ജിദുൽ ഹറാം, ഹാദിറിൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞപ്പോ എന്ത് വന്നു അവിടെ? യാ എന്തിനാണ് അവിടെ കിടക്കുന്നത്? എന്റെ എന്നുള്ളതാ എന്റെ അല്ലേ? ഹാദിരീനാണ്, ഹാദിരീന, ഹാദിരീൻ അൽ മസ്ജിദുൽ ഹറാമ. മസ്ജിദുൽ ഹറാമിൽ അഹിൽ എന്താണ്? അഹിൽ ബഹുവചനല്ലേ? അഹിൽ ആൾക്കാരാണ്, ആൾക്കാർ. ആൾക്കാർ അല്ല, ഇല്ല. ഹാദിരീന, സന്നിഹിതരല്ല. എവിടെ? അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമില് അവരുടെ കുടുംബം ഹറമിൽ താമസിക്കുന്നവരല്ലെങ്കിൽ അങ്ങനെയാണ്. ഹാദിൽ മസ്ജിദുൽ ഹറാം. താമസിക്കുന്നവരാണെങ്കിലാ താമസിക്കുന്നവരാണ് എന്ത് ചെയ്യണം? അവര് ഹജ്ജ് കഴിഞ്ഞിട്ട് 10 നോമ്പ് പിടിക്കണം. ഒരേ വീട്ടിലെത്തിട്ടായിരിക്കൂലേ? അതെ. ദാലിക്കലിമെല്ലാം വത്തഖുള്ള, അള്ളാഹെ സൂക്ഷിക്കുക. അപ്പൊ ഹജ്ജ് കഴിഞ്ഞിട്ടും ഹജ്ജിന്റെ കാര്യത്തിലും ഇത്തഖുള്ള എന്ന് പറഞ്ഞു. യുദ്ധം കഴിഞ്ഞിട്ടും ഇത്തഖുള്ള എന്ന് പറഞ്ഞു. യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇത്തഖുള്ള എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണം. ഹജ്ജ് കഴിഞ്ഞിട്ട് യുദ്ധത്തിന് ഇത്തഖുള്ള എന്ന് പറയുമ്പോൾ ഹജ്ജിൽ കാര്യങ്ങൾ നിർവഹിക്കുന്ന എല്ലാത്തിലും എന്ത് ചെയ്യണം? അള്ളാഹെ സൂക്ഷിക്കണം. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. എന്തിനാണ് ഹജ്ജ് കഴിഞ്ഞിട്ട് ശദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ ഇല്ലെന്ന് ആർക്കേ അറിയാവൂ? അള്ളാഹ്ക്ക് അറിയാം. നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്ന് അള്ളാഹ്ക്ക് അറിയാം. നിങ്ങൾക്ക് സ്വർണ്ണമുണ്ടോ, പെരേടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ? നിങ്ങള് ക്യാഷ് ആയിട്ടില്ല, ആ ക്യാഷ് ആയിട്ട് കയ്യിൽ വയ്ക്കാതെ ഇത് പ്രോപ്പർട്ടി ആക്കി. അപ്പോ എന്റെ ഒരു പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പ്രോപ്പർട്ടി ആക്കി വെച്ചാൽ അത് പണമല്ലേ? നിങ്ങളുടെ പ്രോപ്പർട്ടി ആണല്ലോ. ക്യാഷ് ആയിരുന്നാലും മറ്റെന്തെങ്കിലും സ്ഥാവര വസ്തു, സ്ഥിരം ആയിട്ട് കിടക്കുന്ന വസ്തു ആണെങ്കിലും എന്താണ്? അതെല്ലാം നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ മറച്ചു വെച്ച് അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ് അറിയാം. അതുകൊണ്ട് അള്ളാഹ് ശദീദുൽ ഇഖാബാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇഖാബ് ശിക്ഷ, ഇഖാബ് ശിക്ഷ, ശദീദുൽ ഇഖാബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അദാബും ഇഖാബും അപ്പം പര്യായപദമായി വരുമോ? അസാബ് ശിക്ഷ, ഇഖാബ് ശിക്ഷ. അതെ. ഒന്നും അർത്ഥം തന്നില്ല. ഇഖാബ് ഇഖാബൊക്കെ നേരത്തെ വന്നു കാണും. കുറെ അർത്ഥമുണ്ട് തരാന്. മുകളിലും കുറെ അർത്ഥമുണ്ട്. പിന്നെ ഇതിലുണ്ട് അർത്ഥങ്ങള്. ഔദുവാന് ഓക്കെ. തമത്തു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം?
ഈ കർമ്മശാസ്ത്രത്തിൽ ഹജ്ജിന്റെ വിഷയത്തിൽ തമത്വ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരേ യാത്രയിൽ തന്നെ ഹജ്ജും ഉംറയും നിർവഹിക്കുക. തഹല്ലുലാകാതെ എന്ന് പറഞ്ഞതൊരു മിസ്റ്റേക്കാണ് കേട്ടോ. അതായത് നമ്മൾ മീക്കാത്തിൽ നിന്നും ഇഹ്റാം ചെയ്തിട്ടാണല്ലോ ഹജ്ജ് നിർവഹിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഹജ്ജിന് വേണ്ടി മാത്രമാണ് പോകുന്നതെങ്കിൽ മീക്കാത്തിൽ നിന്നും ഇഹ്റാം ചെയ്തിട്ടാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോഴും മീക്കാത്തിൽ നിന്നും നമ്മൾ എവിടെയാണോ ഏത് ഭാഗത്തു നിന്നാണോ വരുന്നത് ആ ഭാഗത്തു നിന്നുള്ള ഇഹ്റാം നിർവഹിക്കേണ്ട സ്ഥലമുണ്ട്. ആ മീക്കാത്ത് നിർവഹിക്കുന്ന സ്ഥലം ഇഹ്റാം വേഷം മാറാതെ ഇഹ്റാം ചെയ്യാതെ ആ സ്ഥലം വിട്ട് കിടക്കാൻ പാടില്ല. അപ്പൊ ആ സ്ഥലത്ത് നിർണിത സ്ഥലല്ലേ മീക്കാത്ത്? അതെ, നിർണിത സ്ഥലം, നിർണിത സമയവുമാകാം, നിർണിത സ്ഥലവുമാകാം. ഇവിടെ ഹജ്ജിനെ സംബന്ധിച്ച് മീക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർണിത സ്ഥലം. ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലം കടന്നു പോകാൻ പാടില്ല ഇഹ്റാം ചെയ്യാതെ. അപ്പൊ ഹജ്ജിനാണ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഹജ്ജിന് വേണ്ടി പോകേണ്ടത്. ഉംറയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പോ ഒരു യാത്രയിൽ തന്നെ രണ്ടും നിർവഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം മീക്കാത്തിൽ പോയി അങ്ങോട്ട് പോകുന്ന വഴിക്ക് മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത്, ഇപ്പം ഹജ്ജിന് ഉംറയ്ക്കും വേണ്ടി പോകുമ്പോൾ ഉംറയ്ക്കുള്ള നിർവഹിക്കുകയാണെങ്കിൽ ഉംറയായിരിക്കും ആദ്യം നിർവഹിക്കുന്നത്. അപ്പൊ ആദ്യം ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് പോകും. പിന്നീട് അവിടുന്ന് മക്കയിൽ നിന്ന് തിരിച്ച് മീക്കാത്തിൽ പോയിട്ട് രണ്ടാമതും ഹജ്ജിന് വേണ്ടി മീക്കാത്തിൽ പോയിട്ട് എന്ത് ചെയ്യണ്ട? ഇഹ്റാം ചെയ്യണ്ട. അങ്ങനെ ഒരു യാത്രയെ തന്നെ നിർവഹിക്കുന്നതിനാണ് എന്ന് പറയുന്നത് തമത്വ എന്ന് പറയുന്നത്. ഒരു യാത്രയിൽ തന്നെ ഉംറയും ഹജ്ജും ചെയ്യുന്ന ഒരു യാത്രയിൽ തന്നെ ഹജ്ജും ഉംറയും നിർവഹിക്കുക. മീക്കാത്തിലേക്ക് അവർ മടങ്ങി പോകേണ്ടതില്ല. മറിച്ച് എന്ത് ചെയ്യും? ഉംറ നിർവഹിച്ചതിന് ശേഷം അവിടെ നിന്ന് തഹല്ലുലാകും. ഉംറ മുടി മുറിച്ച് അവിടെ നിന്ന് ഇഹ്റാമിൽ നിന്നും മുക്തമാകും. അതിനുശേഷം പിന്നീട് 8-ന് മിനയിലാണ് എത്തുക. അപ്പൊ 8-ന് മിനയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹജ്ജിന് വേണ്ടി ഇഹ്റാം നിർവഹിക്കുന്നത്. അപ്പൊ പിന്നീട് അവരെന്ത് ചെയ്യേണ്ടതില്ല? മീഖാത്തിലേക്ക് പോകേണ്ടതില്ല. അവിടെയാണ് ഈ എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. അത് യൂട്ടിലൈസ് ചെയ്യുക, ആ സൗകര്യം ഉപയോഗപ്പെടുത്തുക. അതിനാണ് തഹല്ലുൽ എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ നിന്ന് മാറുക, പിന്നെ എന്താ പറയാ, ഇഹ്റാമിൽ നിന്ന് മുക്തമാവുക. ഹജ്ജും കൂടെ കുറച്ച് പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ ഉംറയുടെ ചടങ്ങുകളുണ്ടല്ലോ. ഇഹ്റാം ചെയ്യുക, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? തവാഫ് ചെയ്യുന്നു, സഅി ചെയ്യുന്നു, മുടി മുറിക്കുന്നു. ഇതാണെന്ത്? ഉംറയുടെ ചടങ്ങുകൾ. അപ്പൊ ഉംറയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മുടി മുറിച്ചതിന് ശേഷം, മുടി മുറിക്കുന്നതോടുകൂടി എന്തായി? ഇഹ്റാമിൽ നിന്നും മുക്തമായി. ഇഹ്റാമിൽ നിന്ന് മുക്തമായാൽ ആ സമയത്ത് വിലക്കപ്പെട്ട സംഗതികളെല്ലാം എന്തായി? ഹലാലായി. വിലക്കപ്പെട്ട സംഗതികളെല്ലാം ഹലാലായി. പിന്നീട് എപ്പോഴാണ്? അപ്പൊ അവർ നേരത്തെ പോയാലും മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിക്കുന്നു. പിന്നെ കുറെ നാള് ഹജ്ജിന് വേണ്ടി ഉണ്ടെന്ന് വിചാരിച്ചോ, കുറച്ചാലും ദീർഘമായാലും കുറച്ചായിരുന്നാലും അത്രയും സമയം എന്ത് ചെയ്യുന്നു? അവര് എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഇടവേള ഉപയോഗപ്പെടുത്തുന്നു. ഉപയോഗപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട ലാസ്റ്റ് സമയം എപ്പോഴാണ്? ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന ഏറ്റവും ലീസ്റ്റ് ടൈം, പിന്നെ അത് എന്താണ്? ദുൽഹജ്ജ് 8-നാണ്. അപ്പൊ ദുൽഹജ്ജ് 8-ന് അപ്പൊ എവിടെയായിരിക്കും അവരുണ്ടാവുക? മിനയിലായിരിക്കും ഉണ്ടാവുക. 8-ന് മിനയിലായിരിക്കും. അപ്പൊ മിനയിൽ നിന്നും ഇഹ്റാം ചെയ്യുകയാണ്. അപ്പൊ വേറെ എവിടെയും പോകണ്ട. ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി വേറെ മീഖാത്തിലേക്കൊന്നും പോകേണ്ടതില്ല. അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ച് എന്ത് ചെയ്യുക? ഇഹ്റാം ചെയ്യാം. ആ ഇഹ്റാം ചെയ്തിട്ടാണ് പിന്നീട് 9-ന് എവിടെ പോകുന്നത്? അറഫയിലേക്ക് പോകുന്നു. അപ്പൊ ആ സമയം തഹല്ലുലായ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു? ഇഹ്റാമിൽ നിന്നും മോചിതമായി ആ ഇടവേള
നേരത്തെ ഇഹ്റാമിൽ നിന്ന് വിലക്കപ്പെട്ട സംഗതികളൊക്കെ ഹലാലായി ഉപയോഗിക്കുന്നതിനുള്ള സമയത്തെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിനാണ് തമത്തു എന്ന് പറയുന്നത്. വേറെയും ഹജ്ജിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ മിക്കവാറും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരെല്ലാം തമത്തു ആയിട്ടാണ് ഹജ്ജ് ചെയ്യുന്നത്. ഹജ്ജും ഉംറയും ഒരുമിച്ചായിരിക്കും ചെയ്യുക. നേരത്തെ ഉംറ ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യേണ്ടതില്ല, നിർബന്ധമില്ല. അവർക്ക് നേരിട്ട് തന്നെ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ മീഖാത്തിൽ നിന്നും അവർ ഇഹ്റാം ചെയ്തിട്ടാണ് ഹജ്ജിന് പോവുക. അപ്പൊ പിന്നീട് അത്രയും സമയം എന്താണ്, അവർക്ക് ഹറാമായ സംഗതികളെല്ലാം ഹറാമായിരിക്കും. അതേസമയം തമത്തു ആയിട്ട് പോകുന്ന സമയത്തോളം അവരെന്ത് ചെയ്യും, അവിടെ ചെന്നാൽ ആദ്യം ഉംറ നിർവഹിക്കുന്നതോടുകൂടി അവരെന്ത് ചെയ്യും, ആ ഹറാമായ സംഗതിയിൽ നിന്നും മുക്തമാവും. പിന്നെ ഹറാമായ സംഗതികളൊക്കെ ഇഹ്റാം ചെയ്തത് കൊണ്ട് ഹറാമായ സംഗതികളൊക്കെ എന്താവും, ഹലാലാവും. അതിനാണ് തഹല്ലുലാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, പിന്നെ ദുൽഹജ്ജ് 8-ന് വീണ്ടും ഇഹ്റാം ചെയ്താൽ മതി. അതിനിടയ്ക്ക് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത്രയും സമയം തഹല്ലുലായി, അതായത് ഇഹ്റാമിൽ നിന്ന് മോചിതമായി നിൽക്കാം. അതിനെ പറ്റി ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഏത് ഈ തമച്ച എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത് ഭാര്യയും ഭർത്താവും ഹജ്ജിന് പോയിട്ട് ഇഹ്റാം ചെയ്തതിന് ശേഷം അവര് എൻജോയ്മെന്റ് ചെയ്ത് അങ്ങനെ നോമ്പ് നിർത്തണ്ടെന്നൊക്കെ കേട്ടിരുന്നു. അതാണ് നോമ്പ് ഭാര്യയും ഭർത്താവും ഹജ്ജിന് പോയിട്ട് അവര് അവിടുന്ന് ഇഹ്റാം ചെയ്തതിന് ശേഷം തഹ്ലീലാവുന്നതിന് മുന്നേ അവര് വേറെ മറ്റുള്ള ഇതിൽ ഏർപ്പെട്ടാല് പിന്നെ നാട്ടിൽ വന്നിട്ട് നോമ്പ് നോക്കണം, അങ്ങനെ ഇതാണോ? അതല്ല തമത്ത എന്ന് പറയുന്നത്. ഇത് വേറെ നിയമമാണ്, ഇത് വേറെ നോക്കേണ്ട നിയമമാണ്. ഹറാമായ സംഗതിയാണത്. അവരെന്താണ് അങ്ങനെ ചെയ്യലെന്താണ്, ഹറാമായ സംഗതിയാണ്. അതിന് പ്രായശ്ചിത്തായിട്ടാണ് ഈ നോമ്പ് പറയുന്നത്. അതല്ല തമത്വ എന്ന് പറയുന്നത്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അത് ഗുരുതരമായ ഒരു തെറ്റാണ് കേട്ടോ. ഹലോ, സഹോദരി കേൾക്കുന്നുണ്ടോ? ഉണ്ട് കേൾക്കുന്നുണ്ട്.
അത് ഗുരുതരമായ തെറ്റാണ്. അങ്ങനെ ചെയ്യൽ എന്താണ്? ഗുരുതരമായ തെറ്റാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഹജ്ജ് റിപ്പീറ്റ് ചെയ്യണം. തൊട്ടടുത്ത വർഷം തന്നെ ഹജ്ജ് റിപ്പീറ്റ് ചെയ്യണം. ആ വർഷം ഹജ്ജ് ലാപ്സായി, ഇൻവാലിഡ് ആയി. ഹജ്ജ് എന്തായി? ഇൻവാലിഡ് ആയി. നമസ്കാരം ബാത്തിലായി എന്ന് നമ്മൾ പറയുമല്ലോ, അതേപോലെ ഹജ്ജ് ബാത്തിലായി. പിന്നെ എന്ത് ചെയ്യണം? അടുത്ത വർഷം തന്നെ, തൊട്ടടുത്ത വർഷം തന്നെ ഹജ്ജ് നിർവഹിക്കണം. ഒന്ന്. രണ്ടാമെന്താണ്? ഒരു ഒട്ടകത്തെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ ബലി നൽകണം. ബുധനത്തിൻ എന്നാണ് പറഞ്ഞത്. ജമലിൻ ഔ ബക്കറത്തിൻ, ഒരു ബക്കറ അല്ലെങ്കിൽ ഒരു ജമലിനെ. ഇതാണ് അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇതാക്കാന ഖബ്ല തഹല്ലുലി അല്ലൂല മിനൽ ഹജ്ജ്, ആദ്യത്തെ തഹല്ലുലിൽ നിന്നും, അതായത് അറഫയ്ക്ക് മുമ്പാണെങ്കിലും, അറഫ കഴിഞ്ഞിട്ട് മുടിമുറിക്കലുണ്ട്, അതിന് മുമ്പാണെങ്കിൽ ഇന്നമൽ ഹജ്ജു ഫാസിൽ ഐ ഖബ്ല ജംറത്തുൽ അഖബ, ജംറത്തുൽ അഖബയിൽ എറിയുന്നതിന് മുമ്പാണെങ്കിൽ എന്താണ്? അൽ ഹൽഖു അവൽ ഖസ്റു യൗമൽ ഈദ്, പെരുന്നാളിന് മുമ്പ്, പെരുന്നാളിൽ നിന്ന് മുടി മുറിക്കുമല്ലോ, അതിന് മുമ്പാണെങ്കിൽ അൽ ഹജ്ജു യുഫ്സിദു ഇന്ദ ജുംഹൂരിൽ ഉലമ, അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അതെന്തായി? ബാത്തിലായി, ഹജ്ജ് ബാത്തിലായി. മാലിക്കി മദ്ഹബിലും ഷാഫി മദ്ഹബിലും ഹൻബലി മദ്ഹബിലും പറയുന്നത് അങ്ങനെയാണ്. ഇന്നമൽ ഹജ്ജ് ഫാസിദ് തലാ ഹജ്ജിൻ ആഖർ ഫി ആമിൽ ഖാദിം, തൊട്ടടുത്ത മാസം തന്നെ എന്ത് ചെയ്യണം? അത് ഹജ്ജ് നിർവഹിക്കണം. അതേപോലെ ഒരു ജമലിനെ അല്ലെങ്കിൽ ഒരു ബക്രയെ അറുക്കണം. ഇത് മൂന്നും ചെയ്യണം കേട്ടാ. പിന്നെ ആ തഹല്ലുലിന് ശേഷമാണെങ്കിൽ വേറെ വിധിയാണ്. ജംറയ്ക്ക് എറിയുന്നതിന് ശേഷമാണെങ്കിൽ അൽ ഹജ്ജ് സഹീഹുൻ ലാക്കിൻ ഫാസിദുൻ മിൻ ജിഹത്തിൽ ഇഹ്റാം അലൈഹിമ ഫിദിയത്തുൻ ദബഹു ഷാത്തിൻ. അവിടെ എന്ത് ചെയ്താൽ മതി? അവിടെ ഒരു ആട്ടിനെ അറുത്താൽ മതി. ആദ്യം മുടി മുറിച്ചതിന് ശേഷം പിന്നീട് തവാഫുൽ ഇഫാദയ്ക്ക് മുമ്പാണ് എങ്കിൽ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള വിഷയം എന്ന് പറയുന്നത് ഗുരുതരമായ വിഷയമാണ് കേട്ടോ. നമ്മൾ നോമ്പിലായിരിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ടാൽ എന്താവും? 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ ഗുരുതരമായ തെറ്റാണ് ആ സന്ദർഭത്തിൽ ഇത് സംഭവിക്കുകയാണ്. അല്ലാഹു തആല അത്തരം ഗുരുതരമായ തെറ്റുകൾ ആരാധനയ്ക്കിടയിൽ ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നുമില്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا. آمين. جزاكم.